प्रकाश पुंज का ये भंडार, हम आत्मा यही पे रहते, यही हमारा है संसार।
द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो होगा दूर अंधेरा। ओम शांति शांति ओम शांति। ओम शांति। शिव बाबा का याद है। മുരളി ഡേറ്റാണ് 8/2/2021. ഇന്ന് ബാബ പറയുകയാണ്, ഭാരതത്തിൻ്റെയും അതുപോലെ തന്നെ മുഴുവൻ വിശ്വത്തിൻ്റെയും ഇപ്പോൾ ബൃഹസ്പതിയുടെ ദശയാണ്. അതായത് ഈ ലോകം മാറി പുതിയൊരു ലോകത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ദുഃഖങ്ങളുടെ ലോകം മാറി സുഖത്തിൻ്റെ ലോകം വരാൻ പോവുകയാണ്. അപ്പം അത്തരത്തിലുള്ള പഴയ ലോകത്തെ പുതിയതാക്കി മാറ്റുന്നതാരാ? ബാബയാണ്. അപ്പോൾ ബാബയുടെ അവതരണത്തിലൂടെ തന്നെ വലിയൊരു മാറ്റം ഈ സൃഷ്ടിയിൽ സംഭവിച്ചിരിക്കുന്നു. അതായത് ബാബ പറയുന്നത് ബൃഹസ്പതി ദശയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ലോകത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഓരോ കുട്ടികളും അതിൽ യോഗ്യരാകണം. യോഗ്യരാവുക എന്ന് പറഞ്ഞാൽ ദേവതകളിൽ എന്തെല്ലാം ഡിഗ്രീസ് ഉണ്ടോ അതൊക്കെ നമ്മൾ നേടിയെടുക്കണം. അവരുടെ ക്വാളിഫിക്കേഷൻസ്, അതായത് 16 കല സമ്പന്നരും സമ്പൂർണരുമായി നമ്മൾ മാറണം. അപ്പം അത് എന്ത് പുരുഷാർത്ഥത്തിലൂടെയാണ് അത്രയും ഉന്നതിയിലേക്ക് നമുക്ക് കയറാൻ പറ്റുക, കയറുന്ന കലയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുക? ആ പുരുഷാർത്ഥത്തെക്കുറിച്ച് ബാബ ഇന്ന് മഹാവാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് കേൾക്കാം എന്താണ് ബാബ നമ്മളോട് പറയുന്നത്. മുരളി സാരമാണ്. मीठे बच्चे, अभी भारत कास और आम सारी दुनिया पर बृहस्पति की दशा बैठनी है. बाबा तुम बच्चों द्वारा भारत को सुखदाम बना रहे हैं. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇന്ന് ഭാരതത്തിന് പ്രത്യേകിച്ചും അതുപോലെ മുഴുവൻ ലോകത്തിൻ്റെയും ബൃഹസ്പതിയുടെ ദശയാണ് ഉള്ളത്. ബാബ നമ്മൾ കുട്ടികളിലൂടെയാണ് ഭാരതത്തെ വീണ്ടും സുഖധാമമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്ന 16 कला संपूर्ण बनने के लिए तुम बच्चे कौन सा पुरुषार्थ करते हो? 16 കല സമ്പൂർണരാകുന്നതിനായി നിങ്ങൾ കുട്ടികൾ എന്ത് പുരുഷാർത്ഥമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലേ? ബ്രാഹ്മണനായ അന്ന് മുതൽ നമ്മുടെ പുരുഷാർത്ഥം എവിടത്തേക്കാണ്? സമ്പൂർണതയിലേക്ക്, സമ്പന്നതയിലേക്ക്. അപ്പോൾ എന്ത് പുരുഷാർത്ഥമാണ് നമ്മൾ ചെയ്യുന്നത്? ഉത്ത
യോഗബൽ ജമാ കർണേക്ക, യോഗബലത്തെ ശേഖരിക്കുവാനുള്ള പുരുഷാർത്ഥം. യോഗബൽ സേ തും 16 കല സമ്പൂർൺ ബൻ രഹേ ഹോ, യോഗബലത്തിൽ കൂടിയാണ് 16 കല സമ്പൂർണരായിക്കൊണ്ടിരിക്കുന്നത്. इसके लिए बाबा कहते हैं ദേ ദാൻ തോ ഛൂട്ടേ ഗ്രഹൻ. അതുകൊണ്ട് ബാബ പറയാറുണ്ട്, മക്കളെ ദാനമായി നൽകുകയാണെങ്കിൽ ഗ്രഹണത്തിൽ നിന്നും ഗ്രഹപ്പിഴയിൽ നിന്നും മുക്തനാകാൻ കഴിയും. കാം വികാജോ ഗിറാനെ വാല ഇസ്കാ ദാൻ ദോ. കാമവികാരം ഏതാണോ നമ്മെ വീഴ്ത്തുന്നത്, പതനത്തിലേക്ക് വീഴ്ത്തുന്നത്, അതിനെ ദാനമായി നൽകുകയാണെങ്കിൽ തും 16 കല സമ്പൂർൺ ബൻ ജായെങ്കെ. അതിലൂടെ നമ്മൾ ആരായി മാറും? 16 കല സമ്പൂർണരായി മാറും. അത് ഒന്നാമത്തെ പോയിൻ്റാണ്. 16 കല സമ്പൂർണരാകാൻ വേണ്ടി ബാബ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പോയിൻ്റ് ഒരു യുക്തിയാണ്. നമ്മളിൽ എന്തെല്ലാം വികാരങ്ങളുണ്ടോ അതൊക്കെ ദാനം നൽകുക. അതിൽ രണ്ടാമത്തെ പോയിൻ്റ് ബാബ പറയുന്നത് ദേഹാഭിമാൻ കോ ചോട് ദേഹി അഭിമാനി ബനോ തോ ശരീർ കാ ബാൻ ചോട് ദോ. ദേഹത്തിൻ്റെ അഭിമാനത്തെ ഉപേക്ഷിച്ച് ദേഹി ആത്മാഭിമാനികളാവുക. ശരീരം ആണെന്ന ബോധത്തെയാണ് നാം ത്യജിക്കേണ്ടത്, അതിനെ നാം ഒഴിവാക്കേണ്ടത്. അപ്പോൾ 16 കല സമ്പൂർണരാകാൻ വേണ്ടിയിട്ട് 2 പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്? ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ നമ്മൾ ദാനമായി നൽകണം. രണ്ടാമത്തത്, ശരീരബോധത്തെ വെടിഞ്ഞ് ദേഹത്തിൻ്റെ അഭിമാനത്തെ നമ്മൾ ത്യാഗം ചെയ്ത് ആത്മാഭിമാനിയാകാനുള്ള പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്. ഗീതം തും മാത്പിതാ ഹം ബാലക് തേരെ. അങ്ങ് മാതാപിതാവും അങ്ങയുടെ സന്താനങ്ങളാണ് നാം എല്ലാവരും. ഓം ശാന്തി. मीठे मीठे रूहानी बच्चों ने अपने रूहानी बाप की महिमा सुनी. ബാബ ചോദിക്കാണ്, മധുരമധുരമായ ആത്മീയ കുട്ടികൾ തൻ്റെ ആത്മീയ അച്ഛൻ്റെ മഹിമ കേട്ടോ? वो गाते रहते यहाँ तुम प्रैक्टिकल में उस बाबा का वर्षा ले रहे हो. ബാബ പറയുന്ന ഭക്തിമാർഗത്തിൽ ഭക്തർ പാടിക്കൊണ്ടിരിക്കുന്ന മഹിമയാണ്. എന്നാൽ നമ്മൾ ബ്രാഹ്മണരാണെങ്കിലോ നേരിട്ട് ആ ബാബയിൽ നിന്നും സ്വത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തും ജാൻതി ഹോ ബാബ ഹമാരേ ദ്വാർ ഹി ഭാരത് കോ സുഖദാം ബനാ രഹേ ഹെ. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ബാബ നമ്മൾ കുട്ടികളിലൂടെയാണ് ഭാരതത്തെ സുഖധാമമാക്കി മാറ്റുന്നത്. ജിസ്കെ ദ്വാര ബനാ രഹേ ഹെ ജറൂർ വഹി സുഖധാം കാ മാലിക് ബനേഗാ ന. ബാബ പറഞ്ഞു തരാണ്, ആരിലൂടെയാണോ ബാബ ഈ ലോകത്തെ സുഖധാമമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അവർ തന്നെയല്ലേ നാളെ ആ ലോകത്തിൻ്റെ അധികാരികളായി തീരുക. ബച്ചോं को तो बहुत खुशी रहनी चाहिए ना. അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ്, മക്കളിൽ വളരെയധികം സന്തോഷം ഉണ്ടാകണം. ഇന്ന് നമ്മൾ ബാബയ്ക്കൊപ്പമാണ് എങ്കിൽ ആ കുട്ടികൾ തന്നെയാണ് നാളെ ഉണ്ടായി മാറുക, വിശ്വത്തിൻ്റെ രാജ്യാധികാരം നേടുന്നവരാവുക. തോ ബാബാക്കി മഹിമ അപരം അപാർ ഹെ. അതുകൊണ്ട് തന്നെ ബാബയുടെ മഹിമ അപരമപാരമാണ്. ഉൻസെ ഹം വർഷ പാ രഹേ ഹെ. ആ അച്ഛനിൽ നിന്നാണ് നമ്മൾ സ്വത്ത് നേടിക്കൊണ്ടിരിക്കുന്നത്. अभी तुम बच्चों पर बल्कि सारी दुनिया पर अब बृहस्पति की अविनाशी दशा है. ബാബ സ്മൃതി ഉണർത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികളിൽ, അതുപോലെ തന്നെ ബാബ പറഞ്ഞു തരണം, മുഴുവൻ ലോകത്തിലും ബൃഹസ്പതിയുടെ അവിനാശി ദശയാണ് ഉള്ളത്. അഭി തും ബ്രാഹ്മൺ ഹി ജാനത്തെ ഹോ ഭാരത് കാ സാരി ദുനിയ അബ് ബൃഹസ്പതി കി ദശ ബൈഠ്നി ഹെ. അപ്പോൾ ബാബ പറഞ്ഞു തരണം, അത് അവിനാശിയാണ്. കാരണം 21 ജന്മങ്ങളിലേക്കാണ്, കൽപ്പത്തിലേക്ക് ബാബ പറഞ്ഞു തരണം ആ ദശ ഉണ്ടാകും. അതുകൊണ്ട് കേവലം ബാബ പറയാണ് ഭാരതത്തിന് മാത്രമല്ല മുഴുവൻ ലോകത്തിലും ഇന്ന് ബൃഹസ്പതിയുടെ ദശയാണ് ഉണ്ടായിരിക്കുന്നത്. ക്യോങ്കി അബ് 16 കല സമ്പൂർൺ ബൻതി ഹോ. കാരണം ബാപ്പണി ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ, അതായത് ബ്രാഹ്മണരായ നിങ്ങൾ 16 കല സമ്പൂർണരായി മാറുന്നു.
ഈ സമയത്തോ കൊയ് കലാനഹി. ബാബ പറയണ ഇന്ന് ലോകത്തിൽ മനുഷ്യരിൽ യാതൊരു തരത്തിലുള്ള ദൈവീക കലകൾ ഇല്ല. ബാക്കി ബാബ പറഞ്ഞ ഡാൻസും പാട്ടും വരക്കലും പല രീതിയിലുള്ള ഭൗതിക കലകളുണ്ട് എന്നല്ലാതെ ബാബ പറഞ്ഞു തരാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വേണ്ട ആ ഒരു ആത്മീയ കലകൾ ഏതാണോ, അതായത് നമ്മുടെ ബേസ് ഏതാണോ ബാബ പറഞ്ഞു തരാൻ അത് ഇന്ന് ഇല്ല. ബച്ചോं को बहुत खुशी रहनी चाहिए. അപ്പോൾ ബാബ പറയണ നിങ്ങൾ കുട്ടികളിൽ അതിയായ സന്തോഷം ഉണ്ടാകണം. ऐसे नहीं यहाँ खुशी है बाहर जाने से गुम हो जाए. ബാബന് താൽക്കാലികമായിരിക്കുന്ന സന്തോഷമല്ല. ബാബയുടെ മുന്നിൽ ബാബ മഹാവാക്യം പറയുമ്പോൾ നമ്മുടെ ഓരോ പോയിന്റുകൾ സ്മൃതി ഉണർത്തുമ്പോൾ മാത്രം സന്തോഷം. ബാക്കി ബാപ്പണ് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് ആ സന്തോഷമൊക്കെ നഷ്ടപ്പെടുത്തുക, അങ്ങനെ ആയിരിക്കരുത്. जिसकी महिमा गाते वो अब तुम्हारे पास हाजिर है ना. ബാബ പറയണ നിങ്ങളിൽ ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ സദാ ഉണ്ടായിരിക്കണം. കാരണം നമുക്കറിയാം ആരുടെയാണോ നമ്മൾ ഇത്രയും കാലങ്ങൾ അരക്കൽപ്പത്തോളം മഹിമകൾ പാടി വന്നത്, അതേ ഭഗവാൻ ഇന്ന് എൻ്റെ അഭിമുഖത്തിലാണ്, എൻ്റെ മുന്നിൽ പ്രത്യക്ഷത്തിലാണ്. तो बाबा समझाते 5000 वर्ष पहले भी तुमको राजा ही देकर गया था ना. അപ്പോൾ ബാബ പറഞ്ഞു തരണ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് രാജാധികാരം നൽകി പോയതല്ലേ, പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. അപ്പം ഇപ്പം കാണുമ്പോൾ ബാബു ഓർക്കുകയാണ് അന്ന് ഞാൻ കൊടുത്ത ആ സമ്പത്ത് സാമ്രാജ്യമൊക്കെ എവിടെ പോയി. अब तुम देखेंगे ऐसे ऐसे सब पुकारते रहेंगे, तुम्हारे में भी स्लोगन निकलते रहेंगे. जैसे इंदिरा गांधी कहती थी एक धर्म एक भाषा एक राज्य हो. ബാബ പറഞ്ഞു തരും ഇനി നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാൻ തുടങ്ങും. പതുക്കെ പതുക്കെ എല്ലാവരും നിങ്ങളെ വിളിക്കാൻ തുടങ്ങും. ബാബ പറഞ്ഞു തരണം അതുപോലെ തന്നെ നിങ്ങളുടെ മുദ്രാവാക്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതുപോലെ ബാബ പറഞ്ഞു ഇന്ദിരാഗാന്ധി പറയുമായിരുന്നു എന്താണ്, ഏകധർമ്മം ഏക ഭാഷ ഏക രാജ്യം ഉണ്ടാകണം. ഉസ്മേ ബി ആത്മാ കേത്തി ഹേന. ബാബ പറഞ്ഞു തരണ ഇന്ദിരാഗാന്ധി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞതാരാണ്, ആത്മാവാണ്. ആത്മ ജാൻതി ഹേ ബരോബർ ഭാരത് മേ ഏക് രാജധാനി തി. കാരണം ആത്മാവിനറിയാലോ ഈ ഭാരതത്തിൽ ഏക രാജധാനി ഉണ്ടായിരുന്നു എന്ന്. ജോ അബി സാമനെ കടി ഹേ സമസ്തേ കബി ബി സാരാ ഖത്തം ഹോ ജായേ ഏ കോയി നയി ബാത് നഹി. ഇപ്പോൾ ബാബ പറഞ്ഞു തരണ ഇതൊക്കെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു ഇതൊരിക്കലും പൂർണ്ണമായി നശിച്ചു പോവുക ഒരിക്കലുമില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഭാരത് കോ 16 കല സമ്പൂർണ്ണ ജറൂർ ബൻ, ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. അപ്പോൾ ബാബ പറയണ ഈ ഭാരതം വീണ്ടും എന്തായിത്തീരണം, 16 കല സമ്പൂർണ്ണ, 9 കലയിൽ നിന്നും 16 കല സമ്പൂർണ്ണരായിട്ടാണ് മാറേണ്ടത്. തും ജാൻതേ ഹോ ഹം ഇസ് योग बल से 16 കല സമ്പൂർണ്ണ ബൻ രഹേ ഹൈ. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കറിയാം 16 കലകൾ നമ്മൾ സമ്പൂർണ്ണരായി തീരുന്നത് എപ്പോഴാണ്, യോഗബലത്തിൻ്റെ ആധാരത്തിൽ കൂടി. കേത്തേ ഹേ ന ദേ ദാൻ തോ ചൂട്ടേ ഗ്രഹൻ. പണ്ടുള്ളവർ പറയാറില്ലേ, എന്തെങ്കിലും നമ്മളിൽ കുറവുണ്ടാവുകയാണെങ്കിൽ അത് പറയണ ദാനം നൽകുമ്പോൾ ആ ഗ്രഹത്തിൽ നിന്നും ഗ്രഹപ്പിഴയിൽ നിന്നും മുക്തനാകും. അവിടെ സ്ഥൂല വസ്തുക്കൾ ദാനം ചെയ്യും. പക്ഷെ ബാപ്പണി ഇവിടെ ദാനം ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഉള്ളിലെ കുറവുകളെ, അതായത് വികാരങ്ങളെ ദാനമായി നൽകൂ. ബാബി കേത്തെ വികാരോ കാ അവഗുണോ കാ ദാൻ ദോ. ഇവിടെ ബാബ ആവശ്യപ്പെടുന്നത് എന്താ, വികാരങ്ങളെയും അവഗുണങ്ങളെയും ദാനം നൽകൂ. ഈ രാവൺ രാജ്യ ബാബ് ആക്ക് ഇൻസെ ചുടാത്തെ. അപ്പോൾ ബാബണി ഇത് രാവണ രാജ്യമാണ്, ഇതിൽ നിന്നും ബാബ നാം കുട്ടികളെ എല്ലാവരെയും മോചിപ്പിക്കുകയാണ്. इसमें भी काम विकार बड़ा भारी അവഗുൺ ഹേ. ബാബ പറയുന്ന എല്ലാ കുട്ടികളിലും അവഗുണമുണ്ട്. അതിൽ പ്രധാനമായ ഏറ്റവും വലിയ കഠിന അവഗുണം എന്ന് പറയുന്നത് കാമവികാരമാണ്. തും ദേഹാഭിമാനി ബൻ പടേ. ഇത് വരാനുള്ള കാരണം ബാബ പറയണ നിങ്ങൾ ദേഹത്തിൻ്റെ അഭിമാനികളായി. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു കുട്ടികളെ ആത്മാഭിമാനികളാകൂ. ശരീർ കാ ബാൻ ബി ചോഡ്നാ പടേ. ശരീരം എന്ന ബോധത്തെ നാം ഉപേക്ഷിക്കണം. ഇൻ ബാത്തോं को तुम बच्चे ही समझते हो.
അപ്പോൾ ബാപ്പണ് ദേഹത്തിൻ്റെ അഭിമാനത്തിൽ നിന്നും നമ്മൾ ആത്മാഭിമാനികളായി മാറണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ബാബ പറയുന്ന ലോകം ഇതിനെക്കുറിച്ച് അറിയുന്ന പോലും ഇല്ല. അപ്പോൾ ബാബ പറയുന്നു, ഭാരതം ഏതാണോ 16 കല സമ്പൂർണമായിരുന്നത്, സമ്പൂർണ്ണ ദേവതകളുടെ രാജ്യമായിരുന്നത്, ഇന്ന് ആ രാജ്യത്തിന് ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. ഇൻ ലക്ഷ്മി നാരായൺ കി രാജധാനി തീന ഭാരത് സ്വർഗത്ത. അപ്പോൾ ബാബ ഓർമ്മപ്പെടുത്താണ്, ഒരു കാലഘട്ടത്തിൽ ശ്രീലക്ഷ്മി നാരായണന്റെ രാജധാനി ആയിരുന്നില്ലേ ഈ ഭാരതം? അന്ന് ഈ ഭാരതം സ്വർഗമായിരുന്നല്ലോ. അബ് വികാരോं का ग्रहण लगा हुआ. ഇന്ന് ഭാരതത്തിന് എന്താ സംഭവിച്ചത്? വികാരങ്ങളുടെ ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. इसलिए बाबा कहते दे दान तो छोटे ग्रहण. അപ്പം ഈ ഗ്രഹപ്പിഴയിൽ നിന്നും മുക്തനാകുന്നത് എങ്ങനെ? അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ്, ദാനം നൽകുന്നതിലൂടെ ഗ്രഹപ്പിഴയിൽ നിന്നും മുക്തനാകാൻ പറ്റും. ये काम विकार ही गिराने वाला है, इसलिए बाबा कहते ये दान दो तो तुम 16 कला बन जाएंगे, नहीं देगे तो नहीं बनेंगे. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന കാമവികാരമാണ് നിങ്ങൾ കുട്ടികളെ ഈ അവസ്ഥയിലേക്ക് വീഴ്ത്തിയത്. ഇത്രയധികം പതനത്തിലേക്ക് ആഴ്ത്തിയത് അതാണ്, കാമവികാരമാണ്. അതുകൊണ്ട് ബാബ പറയണ ആ വികാരത്തെ നിങ്ങൾ ദാനം നൽകുമ്പോൾ 16 കല സമ്പൂർണരായി അതിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. ബാപ്പണ ദാനം നൽകിയില്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രേഷ്ഠരാകാനും പറ്റുകയില്ല. ആത്മാക്കോ അപ്പന അപ്പന പാർട്ട് മിലാ ഹുവാണ്. ബാബ പറയണ എനിക്ക് പറഞ്ഞു തരാനല്ലേ പറ്റൂ. ബാക്കി ബാപ്പണ് ഓരോ ആത്മാവിന് അവരവരുടേതായിരിക്കുന്ന പാർട്ട് ലഭിച്ചിട്ടുണ്ട്. യബി തുമാരി ബുദ്ധിമേ ഹെ. അപ്പം അതുകൊണ്ട് ബാപ്പണ് ഇതൊക്കെ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. തുമാരി ആത്മാമേ കിത്തന പാർട്ട്. നോക്കൂ ബാപ്പണ് നിങ്ങളുടെ ആത്മാവിൽ എത്ര അധികം പാർട്ടുണ്ട്, എത്ര പാർട്ടാണ് ഉള്ളത്? ബാപ്പണ് 5000 വർഷത്തിൻ്റെ റെക്കോർഡിങ്സ് ആണ് ഉള്ളത്. അത് എത്ര ഫയൽസിൽ? ബാബ പറഞ്ഞ 84 ജന്മങ്ങളുടെ ഫയൽസാണ് നമ്മുടെ ഉള്ളിലുള്ളത്. തും വിശ്വ കാ രാജ്യഭാഗ്യ ലേത്തി ഹോ യേ ബേഹദ് കാ ഡ്രാമ. അപ്പോൾ ബാബ പറഞ്ഞ നിങ്ങൾ വിശ്വരാജ്യഭാഗ്യം നേടുന്നവരാണ്. അതുകൊണ്ട് ബാപ്പണ് ഇത് പരിധിയില്ലാത്ത നാടകമാണ്. അതാ ആക്ടേഴ്സ്, ഈ നാടകത്തിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. इसमें ഫസ്റ്റ് ക്ലാസ് ആക്ടേഴ്സ് കോൺ ഹെ. അപ്പോൾ ബാപ്പണ് ഇതിൽ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കുന്ന ആക്ടേഴ്സ് ആരാ ഈ നാടകത്തിൽ? സാകാര ഭൂമിയിൽ, സാകാര സൃഷ്ടിയിൽ ഈ നാടകത്തിൽ ബാബ പറയണ ഫസ്റ്റ് ക്ലാസ് ആക്ടേഴ്സ് ആരാണ്? അതാണ് ലക്ഷ്മി നാരായൺ. ഇനോക്ക നമ്പർ 1 പാർട്ട്. ബാപ്പണ് അവരുടേതാണ് നമ്പർ 1 പാർട്ട്. വിഷ്ണു സോ ബ്രഹ്മ സരസ്വതി, ബ്രഹ്മ സരസ്വതി സോ വിഷ്ണു ബന്തി. വിഷ്ണുവിൽ നിന്നും ബ്രഹ്മ സരസ്വതിയാകുന്നു. പിന്നീട് ബ്രഹ്മ സരസ്വതി എന്തായിത്തീരുന്നു? മഹാവിഷ്ണുവായി മാറുകയാണ്. അപ്പോൾ വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവാകാൻ എത്ര കാലം എടുക്കും? 5000 വർഷം. പക്ഷേ ബ്രഹ്മ സരസ്വതിയിൽ നിന്നും വിഷ്ണുവിലേക്ക് ഉയരാൻ വേണ്ടി എത്ര വർഷം എടുക്കും? ബാബ പറയുന്നത് 100 വർഷം, അതായത് ഒരു ജന്മം. ये 84 जन्म कैसे लेते सारा चक्र बुद्धि में आ जाता. എങ്ങനെയാണ് ഇവർ 84 ജന്മങ്ങൾ എടുത്ത്? ഇപ്പോൾ ബാബ പറയുന്നത് മുഴുവൻ രഹസ്യങ്ങളും നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്നില്ലേ? ആ ചക്രം മൊത്തം നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്നില്ലേ? ശാസ്ത്ര പഠനേസേ തൊടഹി കൊയ് സമസ്തേ. ബാബന് മറ്റ് ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെ ഒന്നും ഈ രഹസ്യം മനസ്സിലാക്കാൻ പറ്റില്ല. വോത്തോ കൽപ്പയ്ക്ക് ആയുഹി ലാഖോ വർഷ കേതേട്ടെ. അവരാണെങ്കിലോ കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ ലക്ഷാന്തരം വർഷങ്ങൾ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. फिर तो स्वस्तिका भी बन ना सके. व्यापारी लोग चौपड़ा लिखते तो उस पर स्वस्तिका निकालते हैं. അപ്പോൾ ബാബ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ സ്വസ്തിക് എന്ന് പറയുന്ന ആ സംഭവം വരയ്ക്കാൻ പോലും പറ്റില്ല. കാരണം സ്വസ്തികം ആ ചിത്രത്തിൽ 4 ഭാഗങ്ങൾ ഒരുപോലെ ഈക്വലി ഷെയ്ഡാണ്. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന പണ്ട് വ്യാപാരികൾ, ഇന്നും മാർവാഡീസൊക്കെ വ്യാപാരികൾ ബാബ പറഞ്ഞു തരുന്ന അവരുടെ ഒരു കണക്ക് പുസ്തകം വെക്കാറുണ്ട്. അതിൽ ബാപ്പണ് സ്വസ്തിക് എഴുതാറുണ്ട്. ഗണേഷ് കി പൂജ കർത്തെ. ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് വിഘ്നങ്ങളില്ലാതാക്കാൻ വേണ്ടി വിഘ്നവിനാശകനായ ഗണേശൻ്റെ പൂജ ചെയ്യും. യഹി ബേഖദ് കാ ചൗപ്പട. അതുപോലെ തന്നെ ഇത് പരിധിയില്ലാത്തൊരു കണക്കാണ്. स्वस्तिक में 4 भाग होते. जैसे जगन्नाथपुरी में चावल का अंडा रखते, वो पक जाता तो 4 भाग हो जाता. അപ്പോൾ ബാബ പറയണ ഈ സ്വസ്തിക് എന്ന് പറയുന്ന ആ ചിഹ്നത്തിൽ 4 ഭാഗങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ബാബ പറഞ്ഞു ഇത്രയാണ്. ഏതുപോലത്തെ ജഗന്നാഥ്പുരി ക്ഷേത്രത്തിൽ
അവിടെ വലിയൊരു അണ്ടാവിലാണ് അവിടെ നൈവേദ്യം സമർപ്പിക്കുന്നത് ചോറാണ്. അപ്പോൾ വലിയൊരു അണ്ടാവിൽ അവരത് ഉണ്ടാക്കും നൈവേദ്യത്തിന് വേണ്ടിയിട്ട്. അത് വെന്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 4 ഭാഗമായിട്ട് അത് പിളരുന്നാണ് കാണിക്കുന്നത്, 4 ഭാഗമായിട്ട് മാറും. വഹാ ചാവൽ കാഹി ഭോഗ് ലഗാത്തെ, ആ ക്ഷേത്രത്തിൽ ജഗന്നാഥപുരിയിൽ ബാബ പറഞ്ഞു തരാണ്, അവിടെ ആ ഒരു ചോറ് തന്നെയാണ് ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുന്നത്. ക്യോങ്കി വഹാ ചാവൽ ബഹുത് കാത്തെ, കാരണം അവിടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും ചോറ് തന്നെയാണ്. ശ്രീനാഥ് ദ്വാരമേ ചാവൽ ഹോത്തേ നഹി. അതേ സമയത്ത് ബാപ്പണ് അവിടെ ഒരു ഭാഗത്ത് ജഗന്നാഥപുരി, മറ്റൊരു ഭാഗത്ത് എന്താ കാണിക്കുന്നത്, ശ്രീനാഥ് ദ്വാര കാണിക്കുന്നുണ്ട്, അവിടെ ശ്രീകൃഷ്ണൻ്റെ രൂപം. അപ്പോൾ ബാപ്പൺ അവിടെ ഒരിക്കലും ചാവൽ, അതായത് അരി നൈവേദ്യം വെക്കാറില്ല. വഹാത്തോ സബ് സച്ചേ ഗീ കാ പക്കാ മാൽ ബൻത, അവിടെ 56 പ്രകാരത്തിലുള്ള ഭോജനമാണ് ഉണ്ടാവുക. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, അവിടെ ശുദ്ധമായ നെയ്യ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വിഭവങ്ങളായിരിക്കും അവിടുത്തെ മൂർത്തിക്ക് സമർപ്പിക്കുക. ജബ് ഭോജൻ ബനാത്തെ തോ ബി സഫായി സെ മുഹ് ബന്ദ് കർക്കെ ബനാത്തെ. ബാബ പറഞ്ഞു തരാണ്, ഭഗവാന് നൈവേദ്യം ഉണ്ടാക്കുമ്പോൾ അവർ മുഖത്തിലൊരു തുണിയൊക്കെ കെട്ടിയിട്ട് അത്ര ശുദ്ധിയോട് കൂടിയിട്ടാണ് ആ നൈവേദ്യം ഉണ്ടാക്കുക. പ്രസാദ് ബഹുത് ഇജ്ജത് സെ ലേ ജാത്തെ, അവർ പ്രസാദം സ്വീകരിക്കുന്ന അത്രയധികം ഭക്തി ആദരവോടു കൂടിയാണ്. ഭോഗ് ലഗാക്ക ഫിർ വോ സബ് പണ്ടേ ലോഗോं को मिलता. പിന്നീട് അതിന് നൈവേദ്യം സമർപ്പിച്ചതിന് ശേഷമാണ് അവിടെ ആ ഒരു അമ്പല നിവാസികൾ ആരൊക്കെ ഉണ്ടോ അവരുടെ കുടുംബക്കാരൊക്കെ അവർക്കൊക്കെ അത് ലഭിക്കും പ്രസാദം. ദുക്കാൻ മേ ജാക്കർ രക്തി, പിന്നീട് അത് വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട് കടകളിൽ. വഹാ ബഹുത് ഭീഡ് രഹത്തി ബാബാ കാ ദേഖാ ഹുവാ ഹെ. ബാബ പറയുന്നത് അവിടെ ശ്രീനാഥ് ദ്വാരയിൽ ജഗന്നാഥ്പുരിയിലാണെങ്കിലും വളരെയധികം തിരക്കാണ് എന്ന്. ഇതൊക്കെ സാകാരത്തിൽ ബ്രഹ്മബാബ കണ്ടിട്ടുണ്ട്. അബ് തും ബച്ചോं को कौन पढ़ा रहे हैं? ഇവിടെ ആരാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മോസ്റ്റ് ബിലവേഡ് ബാബാക്ക് തുമാര സെർവൻറ്റ് ബന. ഇവിടെ ബാബ പറയുന്ന മോസ്റ്റ് ബിലവേഡ് ബാബ സ്വയം പരമാത്മ നമ്മൾ കുട്ടികളുടെ സേവകനായി വന്നിരിക്കുന്നു. തുമാരി സേവ കർ രഹി ഇത്തനാ നശ ചടുത്താ ഹെ. നമുക്ക് സ്വയം ഭഗവാനാണ് നമ്മൾ കുട്ടികളുടെ സേവനം ചെയ്യുന്നത്. അപ്പോൾ ബാബ പറയുന്ന ആ ഒരു ലഹരി നിങ്ങളിലുണ്ടോ? ഹം ആത്മാओं को बाप पढ़ाते हैं. നമ്മൾ ആത്മാക്കളെ സ്വയം ഭഗവാൻ പഠിപ്പിക്കുകയാണ്. ആത്മാ ഹി സബ് കുച്ച് കർത്തി ഹെ ന, എല്ലാം ചെയ്യുന്നതാരാ? ആത്മാവ് തന്നെ. മനുഷ്യ ഫിർക്കെ ദേത്തി ആത്മനിർലേപ്. പക്ഷെ മനുഷ്യരെന്താ പറയുന്നത്? ആത്മനിർലേപമാണ്, ഒന്നും ആത്മാവിൽ ലേപിക്കുന്നില്ല. സുഖദുഃഖോ പാപ പുണ്യം ഒന്നും ആത്മാവിൽ കറ ബാധിക്കുന്നില്ല എന്നാണ് അവരുടെ വിശ്വാസം. तुम जानते आत्मा में तो 84 जन्मों का अविनाशी पार्ट भरा हुआ. പക്ഷെ ഇവിടെ ബാബ എന്താ പറയുന്നത്? ആത്മാവിലാണ് 84 ജന്മങ്ങളുടെ അവിനാശി പാർട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഉൻകോ ഫിർ നിർലേപ് കഹന കിത്തന രാത് ദിൻ കാ ഫറക് ഹോ ജാതാ. ആ ആത്മാവിനെ കുറിച്ചാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആത്മനിർലേപമാണ്, ഒന്നും ലേപിക്കുന്നില്ല. ബാപ്പണ്ണ എത്രയധികം വ്യത്യാസമാണ്, രാവും പകലിൻ്റെ അന്തരമില്ലേ? ये जब कोई अच्छी रीति मास डेड बैठ समझे तब ये पॉइंट्स बुद्धि में बैठे. ബാബ പറഞ്ഞു 1 ദിവസം 2 ദിവസം 7 ദിവസം കോഴ്സ് കൊണ്ടൊന്നും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ആരാണോ കൃത്യമായിട്ട് ഒരു മാസം 1.5 മാസം അല്ലെങ്കിൽ ബാബന് കുറച്ചധികം മാസങ്ങൾ ബാബയുടെ മഹാവാക്യം ഇരുന്ന് കേൾക്കുന്നത്, അപ്പോൾ ബാബ പറഞ്ഞു എന്തെങ്കിലും കുറച്ചൊക്കെ പോയിന്റ്സ് അവരുടെ ബുദ്ധിയിൽ ചിലപ്പോൾ തറയ്ക്കും. ദിൻ പ്രതിദിൻ പോയിന്റ്സ് തോ ബോത്ത് നിക്കൽത്തി റഹത്തി അല്ലേ? ഓരോ ദിവസം ബാബ ഓരോ പോയിന്റ്സുകളും മക്കൾക്ക് മനസ്സിലാക്കി തരും. യഹേ ജൈസെ കസ്തൂരി. ബാബ പറഞ്ഞത് ഇത് അത്രയധികം മൂല്യമാണ്. ഇതുപോലെ കസ്തൂരി സുഗന്ധം പോലെയാണ് ഇത്. ബച്ചോं को जब पूरा निश्चय बैठता तो फिर समझते बरोबर परमपिता परमात्मा ही आकर दुर्गति से सद्गति में ले जाए. അപ്പോൾ ബാബ പറയണ് ഈ മുരളി കേട്ട് 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 നമ്മളുടെ ഉള്ളിലേക്ക് അത് ഇറങ്ങുമ്പോൾ മാത്രമേ നമ്മൾ കുട്ടികളിൽ ആ ഒരു നിശ്ചയം വരികയുള്ളൂ. തീർച്ചയായിട്ടും പരംപിതാ പരമാത്മാവ് തന്നെയാണ് വന്ന് ഈ ദുർഗതിയിൽ നിന്നും സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുന്നത്.
बाबा कहते तुम पर अभी बृहस्पति की दशा है. ഇപ്പോൾ ബാബ പറയണ് ഇപ്പോൾ നിങ്ങളിലുള്ളത് ഏത് ദശയാണ്? മറ്റെല്ലാ ദശകളും ശനി ദശ രാഹു ദശ എല്ലാം മാറി എപ്പോൾ ബാബയുടെ കുട്ടിയായിത്തീരുമ്പോൾ. ഇപ്പോൾ ബാപ്പണ് നിങ്ങളിലുള്ളത് ഏതാണ്? ബൃഹസ്പതിയുടെ ദശ, വ്യാഴദശയാണ്. मैंने तुमको स्वर्ग का मालिक बनाया अब फिर रावण ने राहु की दशा बिठा दी है. ബാബ ഓർമ്മപ്പെടുത്താണ്, ഞാൻ നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി പോയതായിരുന്നു. പിന്നീട് ആരാണ് വന്നത്? രാവണൻ വന്ന് നമ്മൾ കുട്ടികളെ രാഹുവിൻ്റെ ദശയിലേക്കാണ് ഇരുത്തിയിരിക്കുന്നത്. അഫെ ബാബായെ സ്വർഗ കാ മാലിക് ബനാനെ. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുകയാണ് നമ്മൾ കുട്ടികളെ സ്വർഗത്തിൻ്റെ അധികാരികളാക്കാൻ. तो अपने को घाटा नहीं लगाना चाहिए ना. അപ്പോൾ ബാപ്പറിന് ഈ ഒരു സമയത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നഷ്ടങ്ങൾ വരുത്തി വെക്കരുത്. വ്യാപാരി ലോക അപ്പന കാത്ത ഹമേശ ടീക്ക് രഖ്തെ. ബാബ പറഞ്ഞ കച്ചവടക്കാർ അവരുടെ കണക്കുകൾ വളരെ അക്യുറേറ്റ് ആയിരിക്കും. അവർ വരവ് ചെലവ് ലാഭം നഷ്ടം എല്ലാത്തിനെ കുറിച്ചുള്ള കണക്ക് അവരിലുണ്ടായിരിക്കും. ഗാട്ട ഡാൽനെ വാലെ കോ അനാടി കഹാ ജാത്ത. ബാബ പറഞ്ഞു തരാണ്, ഈ കണക്കുകളൊന്നും വെക്കാതെ വെറുതെ ഇങ്ങനെ ബിസിനസ് ചെയ്ത് സ്വയംന് നഷ്ടങ്ങൾ വരുത്തുകയാണെങ്കിൽ ബാബ പറഞ്ഞ അവരെ അനാടി എന്ന് പറയും, വിഡ്ഢികൾ എന്ന് പറയും. अब ये तो सबसे बड़ा व्यापार है. ബാബ പറഞ്ഞു തരാണ്, ഇതാണെങ്കിലോ ഏറ്റവും വലിയ വ്യാപാരമാണ്. कोई विरला व्यापारी ये व्यापार करे. ബാപ്പണ് എല്ലാവരെ കൊണ്ട് ഈ വ്യാപാരം ഈ കച്ചവടം നടത്താൻ പറ്റുകയില്ല. ബാപ്പണ് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഈ കച്ചവടം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. यही अविनाशी व्यापार है और ऐसा व्यापार तो मिट्टी में मिल जाने वाला. ബാബ പഠിപ്പിക്കുന്ന ഈ വ്യാപാരം, ഈ കച്ചവടമാണ് അവിനാശിയായിരിക്കുന്ന കച്ചവടം. കാരണം ഇതിലൂടെ അവിനാശി സമ്പാദ്യമാണ് ഉണ്ടാക്കാൻ പറ്റുക. ബാക്കി എല്ലാ കച്ചവടങ്ങളും മണ്ണോട് മണ്ണായി ചേരും. അഭി തുമാര സച്ച വ്യാപാർ ഹോ റഹാ ഹെ. അല്ലേ, നമുക്ക് അത്തരത്തിൽ ഫീൽ ആവുന്നുണ്ടോ, തോന്നുന്നുണ്ടോ? ബാബയുടെ കുട്ടികളായത് എന്ത് വേസ്റ്റ് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. പരമാത്മാവിൻ്റെ കുട്ടികളായി ഈ ബ്രാഹ്മണ ജീവിതത്തിൽ വന്നിരിക്കുന്നത് ബാബ പറഞ്ഞു തരാണ് എത്ര സത്യമായിരിക്കുന്ന സമ്പാദ്യം. ഇതിൽ ഒരു തരത്തിലും എന്തില്ല, കലർപ്പ് മിശ്രണം ഒന്നും ഇല്ല, ചതിയും കാര്യങ്ങളൊന്നും ഇതിൽ ഇല്ല. ബാബ ഹി ജ്ഞാൻ കാ സാഗർ സൗദാഗർ രത്നാഗർ. അതുകൊണ്ട് ബാബയ്ക്കുള്ള മഹിമ എന്താ? ഒന്ന്, ബാബ ജ്ഞാനസാഗറിനാണ്. ഈ സമയത്ത് ബാബ കച്ചവടക്കാരനും കൂടിയാണ്, അതേസമയത്ത് രത്ന വ്യാപാരിയും കൂടിയാണ്. പ്രദർശനി മേ ദേഖോ കിത്തനെ ആത്തെ. നോക്കൂ, ബാബ പറയുന്ന ഒരു എക്സിബിഷൻ ഇട്ട് നോക്ക്, എത്ര അധികം പേര് വരും കാണാൻ. സെൻറ്റർ മേ കോയി മുഷ്കിൽ ആയേഗ. അവരെല്ലാവരും സെൻറ്ററിലേക്ക് വരണമെന്നില്ല, വന്നാൽ തന്നെ എല്ലാവരും ബാബയുടെ കുട്ടികളാകണമെന്നില്ല. ഭാരതോ ബോർ ലംബ ചോടാ ഹേന. ബാബ പറഞ്ഞ ഭാരതം എത്ര അതായത് വിസ്താരത്തിലാണുള്ളത്. സബ് ജഗ തുംകോ ജാന. എല്ലായിടത്തും നിങ്ങൾ എത്തണം. പാനിക്ക് ഗംഗ സാരെ ഭാരത് മേ ഹേന. നോക്കൂ, ബാബ പറയുന്ന വെള്ളത്തിൻ്റെ ഗംഗ, നദി എന്ന് പറയുമ്പോൾ ഒഴുകി ഒഴുകി, അത് ഇന്ന സ്ഥാനത്ത് മാത്രമല്ലല്ലോ, അത് ഒഴുകി ഒഴുകി മുഴുവൻ ഭാരതത്തിലേക്ക് എത്തില്ലേ. എ ബി തുംകോ സംജാന പടേ. അതുകൊണ്ട് ബാബ പറയുന്ന ബാബയുടെ ജ്ഞാനവും അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലായിടത്തും എത്തിക്കണം. പതീത് പാവൻ കോയി പാനിക്ക് ഗംഗാനഹി. അവിടെ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ശരിക്കും പതീത പാവനി എന്നുള്ളത് ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഗംഗയല്ല എന്ന ജ്ഞാനം പറഞ്ഞു കൊടുക്കണം. തും ജ്ഞാൻ ഗംഗാവും കോ ജാനാ പടേക. പതീതരെ പാവനമാക്കാൻ വേണ്ടി ജ്ഞാനനദികളായ ഗംഗകളായ നിങ്ങളാണ് ഒഴുകിയെത്തേണ്ടത്. ചാരോ തരഫ് മേലെ പ്രദർശനി ഓത്തെ രഹേങ്കെ. ബാബ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് 4 ദിശയിലും പ്രദർശനികളും എക്സിബിഷനൊക്കെ നടത്തപ്പെടും. ദിൻ പ്രതിദിൻ ചിത്ര ബനത്തെ രഹേങ്കെ. ഓരോ ദിവസം ഉണ്ടാകും, പുതിയ പുതിയ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കപ്പെടും. ऐसे शोभवान चित्र हो जो देखने से ही मजा आ जाए. ബാബ പറഞ്ഞു തരുന്ന അത്രയും ശോഭനീയമായിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. അതായത് മറ്റുള്ള മനുഷ്യാത്മാക്കളെ അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കണം. അവർക്കത് കാണുമ്പോൾ മനസ്സിനൊരു ഉത്സാഹം അഥവാ ഒരു സന്തോഷം, ആനന്ദം അവർക്ക് അനുഭവപ്പെടണം. ये तो ठीक समझाते हैं. अब लक्ष्मी नारायण की राजधानी स्थापन हो रही है.
അപ്പോൾ ബാപ്പൺ അവർക്ക് ഫീൽ ചെയ്യും, അവർക്ക് അനുഭവപ്പെടും ഇവർ പറയുന്നതൊക്കെ എത്ര ശരിയാണ്. അതായത് ലക്ഷ്മി നാരായണൻ്റെ രാജധാനി ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. CD का चित्र भी फर्स्ट क्लास है. അപ്പോൾ ബാബ പറയുന്ന CD ചിത്രം വളരെ ഫസ്റ്റ് ക്ലാസ് ആണ്. अभी ब्राह्मण धर्म की स्थापना हो रही है, ये ब्राह्मण ही फिर देवता बनते. അതായത് സംഗമയുഗത്തിലെ ബ്രാഹ്മണ ധർമ്മം സ്ഥാപിക്കപ്പെടും. അപ്പോൾ ഈ ബ്രാഹ്മണർ തന്നെയാണ് പിന്നീട് ആരായി മാറുക? ദേവത. तुम अभी पुरुषार्थ कर रहे हो तो दिल अंदर अपने से पूछते रहो, हमारे में कोई छोटा मोटा कांटा तो नहीं है. ഇപ്പോൾ ബാബ പറഞ്ഞു തരണം, നിങ്ങൾ ദേവതകളാകുന്നതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ സ്വയം തന്നെ ചോദിച്ചു നോക്കൂ, എന്നിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള മുള്ളുകൾ പോലെയുള്ള അവഗുണങ്ങളോ വികാരങ്ങളോ അവശേഷിക്കുന്നുണ്ടോ അഥവാ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം. കാം കാ കാണ്ടാത്തോ നഹി ഹെ, കാമവികാരത്തിൻ്റെ മുള്ള എന്നിലില്ലല്ലോ. ക്രോധ കാ ചോട്ടാ കാണ്ടാ വോ ബി ബഡാ ഖറാബ്. ഇനി ബാബ പറയാണ്, ക്രോധത്തിൻ്റെ ചെറിയ തോതിലുള്ള മുള്ളാണെങ്കിലും വികാരമാണെങ്കിലും അത് വലിയ മോശമാണ്. ദേവതായ ക്രോധി നഹി ഹോത്തേന, ദേവതകളാകുന്ന കുട്ടികളാണ് നിങ്ങൾ. അപ്പോൾ ബാപ്പണ ദേവതകൾ ഒരിക്കലും കോപിക്കാറില്ല. ദിക്കാത്തെ ശങ്കർക്ക് ആങ്ക് കുൽനെ സെ വിനാശ് ഹോ ജാത്ത, അവിടെ കാണിക്കുന്നുണ്ട് അല്ലേ, ശങ്കർ തൃക്കണ്ണ് തുറക്കുമ്പോൾ വിനാശം നടക്കുമെന്ന്. എബിയെ കലങ്ക് ലഗായ, ബാപ്പണ അങ്ങനെ ഒരു സംഭവമില്ല. ഇപ്പോൾ ബാബ പറഞ്ഞ അതൊരു കളങ്കമാണ് ചാർത്തിരിക്കുന്നത്. വിനാശ് തോ ഹോനാ ഹി ഹെ. ബാബ പറഞ്ഞ ഇത്തരണ വിനാശം എന്ന് പറഞ്ഞ പ്രകൃതി സൃഷ്ടി നിയമമാണ്. ബാബ പറഞ്ഞ ആ മാറ്റം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലാണ്ട് ശങ്കറിൻ്റെ തൃക്കണ്ണ് തുറന്നപ്പോൾ വിനാശം അല്ല. സൂക്ഷ്മതന്മേ ശങ്കർക്കോ കൊയ് സാംപാതി തൊടഹി ഹോ സക്ത. ഇനി ശങ്കറിൻ്റെ രൂപം കാണിച്ചിരിക്കുന്ന സൂക്ഷ്മവദനത്തിൽ. അവിടെ ബാബ പറഞ്ഞ ശങ്കറിന് യാതൊരു തരത്തിലുള്ള സർപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. सूक्ष्मतन और मूलवतन में बाग बगीचे सर्प आदि कुछ भी नहीं होता. ബാബ പറഞ്ഞ സൂക്ഷ്മവദനത്തിലാകട്ടെ അല്ലെങ്കിൽ മൂലവദനത്തിലാകട്ടെ അവിടെ ബാബ പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിലുള്ള, അതായത് പൂന്തോട്ടമോ സർപ്പമോ അങ്ങനത്തുള്ളതൊന്നും അവിടെ ഉണ്ടാവില്ല. ലഹരി പദാർത്ഥങ്ങൾ അല്ലേ, ശങ്കറിനെ കാണിക്കുമ്പോൾ അതൊക്കെയല്ലേ കാണിക്കുന്നത്. ബാബ പറയണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വസ്തുക്കളുള്ളത് എവിടെയാണ്? സ്ഥൂല സൃഷ്ടിയിൽ. സ്വർഗ ബി യഹാ ഹോത്ത, ബാപ്പണ് സ്വർഗം ഉണ്ടാകുന്നതും ഈ സ്ഥൂല സൃഷ്ടിയിൽ. इस समय मनुष्य कांटों में सल, इसलिए इनको कांटों का जंगल कहा जाता. ഇവിടെ മനുഷ്യർ മുള്ളുകൾക്ക് തുല്യമായി മാറിയിരിക്കുകയാണ്. അതായത് സ്വഭാവ സംസ്കാരം മുള്ളുകളെ പോലെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തെ മുള്ളിൻ്റെ കാടെന്ന് വിളിക്കപ്പെടുന്നു. സത്യുഗെ ഫൂലോം കാ ബഗീച്ച, അതേസമയം സത്യുഗ എന്തായിരുന്നു? പൂക്കളുടെ പൂന്തോട്ടമായിരുന്നു. തും ദേഖ്തേ ഹോ ബാബ കൈസാ ബഗീച്ച ബനാത്തെ. ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ ബാബ എങ്ങനെയാണ് ആ തരത്തിലുള്ളൊരു പൂങ്കാവനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് രചിച്ചുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബനാത്തെ ഹെ. ബാബ അത്രയും മനോഹരമായ രൂപത്തിലാണ് തൻ്റെ പൂന്തോട്ടം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. സബ്കോ അസീൻ ബനാത്തെ, ഓരോ പൂക്കളെയും അത്രയും സൗന്ദര്യമുള്ളതാക്കി മാറ്റുകയാണ്. കുതുത്തോ എവർ അസീൻ ഹേന, കാരണം ബാബ ആരാണ്? സദാ സുന്ദരനല്ല, അതുകൊണ്ടാണ് സത്യം ശിവം സുന്ദരം. അത്രയും സുന്ദര സ്വരൂപമാണ് ബാബയുടേത്. സുന്ദരാർത്ഥം പവിത്രമായത്. സബ് സജ്ജനിയോങ്കോ അതോ ബച്ചോങ്കോ അസീൻ ബനാത്തെ. പ്രിയതമനായിരിക്കുന്ന ബാബ, അച്ഛനായിരിക്കുന്ന ബാബ തൻ്റെ പ്രിയതമകളായ ആത്മാക്കളെ, മക്കളായിരിക്കുന്ന ആത്മാക്കളെ അത്രയോ സുന്ദരമാക്കി മാറ്റുകയാണ്. രാവണനെ ബിൽക്കുൽ കാല ബനാദിയ, അതേസമയം രാവണൻ എന്താക്കി മാറ്റി? അങ്ങേറ്റം കറുപ്പ് പതീതമാക്കി മാറ്റി. अब तुम बच्चों को खुशी होनी चाहिए, हमारे ऊपर बृहस्पति की दशा बैठी है. അപ്പോൾ ബാബ പറയണ നിങ്ങൾ കുട്ടികളിൽ ആ ഒരു സന്തോഷം ഉണ്ടാകണം. ഏത് കാര്യത്തിൽ? ഇപ്പോൾ നമ്മളിൽ ബൃഹസ്പതിയുടെ വ്യാഴദശയാണുള്ളത്. ആധാ സമയ സുഖ് और आधा समय दुख हो तो उसमें फायदा ही क्या? അരക്കൽപ്പത്തോളം ദുഃഖവും അരക്കൽപ്പത്തോളം സുഖമാണെങ്കിൽ അതിലെന്താ ലാഭം അല്ലേ? എത്രയും കഷ്ടപ്പെട്ട് പുരുഷാർത്ഥം ചെയ്തിട്ട് പകുതി സുഖവും ദുഃഖവും ആണെങ്കിൽ ബാപ്പണ് അതിലൊരു സുഖവും ഇല്ലല്ലോ. അതുകൊണ്ട് ബാബ പറയാണ് പവനെ ഇസ സുഖ് ഓർ പാവ് ഇസ ദുഃഖ്. അതുകൊണ്ട് ബ്രാഹ്മണ കുട്ടികൾ, ദേവതാധർമ്മത്തിൽ വരുന്ന കുട്ടികൾക്ക് 3/4 ഭാഗം സുഖവും
കാല് ഭാഗം മാത്രമേ, അതായത് കലിയുഗത്തിൻ്റെ ഇങ്ങോട്ട് മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ, ദുഃഖം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ബാപ്പൺ ആ തരത്തിലാണ് ഈ ഡ്രാമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബഹുത് ലോഗ് പൂച്ചത്തെ ഡ്രാമ ഐസാ ക്യൂ ബനായ. പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനെ ഒരു ഡ്രാമ ഉണ്ടാക്കിയിരിക്കുന്നത്? അരേ ഏതോ അനാദി ഹേന, അവരോട് പറയണത് അനാദിയായി ഉണ്ടാക്കി വെച്ചതല്ലേ. ക്യൂ ബനാ ഏ പ്രശ്ന ഉഠ് നഹീ സക്താ. ബാപ്പൺ ഇത് അനാദി ഉണ്ടാക്കപ്പെട്ടതാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ചോദ്യമേ അവിടെ ഉണ്ടാകുന്നില്ല. ഏ അനാദി അവിനാശി ഡ്രാമ ബനാ ഹുവാ ഹെ. അപ്പോൾ ബാബ പറയണ ഇത് അനാദിയും അവിനാശിയായ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കി വെച്ചതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമയാണ്. കിസ്കോ ബി മോക്ഷ നഹി മിൽ സക്താ. ബാബ പറയണ ഇവിടെ ആർക്കും തന്നെ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നില്ല, അതായത് സൃഷ്ടിയിൽ വരാതിരിക്കുന്ന ഒരവസ്ഥ ഒരാത്മാവിനും ഉണ്ടാകുന്നില്ല. അപ്പോൾ ബാബ പറയണ ഇത് അനാദിയായിരിക്കുന്ന സൃഷ്ടി ഇതുപോലെ കറങ്ങി വരും, ഇതുപോലെ ബാബ പറയണ ഈ ഡ്രാമ ഇങ്ങനെ എന്താകും, നടന്നുകൊണ്ടേയിരിക്കും, ചലിച്ചുകൊണ്ടേയിരിക്കും. പ്രളയ ഹോത്തി നഹി, അല്ലാണ്ട് ബാപ്പണ പ്രളയം എന്നുള്ള സംഭവം ഇല്ല, അതായത് ഭൂമിയിൽ മനുഷ്യവാസം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നില്ല. बाप नई दुनिया बनाते परंतु उसमें गुंजाइश कितनी है. जब मनुष्य पति दुखी होते तब बुलाते. നമുക്ക് ബാബ പറയുന്ന പുതിയ ലോകം ഞാൻ നിർമ്മിക്കുമ്പോൾ എന്തെല്ലാം കാര്യത്തെക്കുറിച്ചാണ് പ്രശ്നങ്ങൾ. പക്ഷേ മനുഷ്യൻ പതീതവും ദുഃഖിതമായപ്പോഴാണ് എന്നെ വിളിച്ചത്. ബാപ്പാക്ക് സബ്കി കായ കൽപ്പത്തുരു ബനാത്തി ജോ ആദാ കൽപ്പ തുമാരി കബി അകാല മൃത്യു നഹി ഹോ. ശരി തന്നെ, ബാബ ഈ സമയത്ത് വന്ന് എല്ലാവരുടെയും കായ കൽപ്പത്തുരുവാക്കി മാറ്റുക, നിരോഗി ശരീരമാക്കി മാറ്റുകയാണ്. പിന്നീട് ബാബ പറയുന്ന അരകൽപ്പത്തിലേക്ക് യാതൊരു വിധത്തിലുള്ള അകാല മരണം സത്യുഗ ത്രേതായുഗത്തിൽ ഉണ്ടാകുന്നില്ല. തും കാൽ പ ജീത് പാത്തേ ഹോ. അത്രയും നമ്മൾ കുട്ടികൾ ആരെയും മാറും, കാലൻ്റെ മേൽ വിജയം പ്രാപിച്ചവരാകും. തോ ബച്ചോं को बहुत पुरुषार्थ करना चाहिए. പക്ഷെ ബാപ്പൺ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ വളരെയധികം പുരുഷാർത്ഥം ചെയ്യണം. ജിത്തന ഊഞ്ച പദപ്പായി ഉത്തന അച്ഛ. പുരുഷാർത്ഥം ചെയ്ത് എത്രമാത്രം ഉന്നത പദവി നേടാൻ പറ്റുമോ അത്രയും ഉത്തമം. പുരുഷാർത്ഥത്തോ ഹരേക് ജാസ്തി കമായി കേലെ കർത്താ ഹി ഹെ. ബാബ പറയുന്നത് നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ സമ്പാദിക്കാനല്ലേ എല്ലാവരും പ്രയത്നിക്കുക. लकड़ी वाले भी कहेंगे हम जास्ती कमाई करें, कोई ठगी से भी कमाते, पैसा कर ही आफते हैं. ബാബ പറഞ്ഞു തരാണ്, ഏതൊരു വ്യക്തിയുടെ ലക്ഷ്യം എന്താ, പണം സമ്പാദിക്കാൻ. ഒരു വിറക് വിൽപ്പനക്കാരിൽ നിന്നും നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അയാളുടെ മനുഷ്യൻ്റെ മനസ്സിലെ ലക്ഷ്യം എന്താ, കൂടുതൽ സമ്പാദിക്കണം, കൂടുതൽ സമ്പാദിക്കണം. ബാബ പറയണ ചിലർ നേർവഴിയിലൂടെ സമ്പാദിക്കുന്നു, ചിലർ ചതി വഴിയിലൂടെ സമ്പാദിക്കുന്നു. വഹാത്തോ തുമാരെ പൈസയെ കൊയ് ലൂട്ട് നാ സക്കേ. ബാബ പറഞ്ഞു തരണ ഈ പണത്തിൻ്റെ കാരണത്താൽ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, അതിലേക്ക് തന്നെയാണ് മനുഷ്യൻ്റെ ചിന്തകളും പോകുന്നത്. എന്നാൽ ബാബ പറയാണ് സത്യുഗത്തിൽ ആരും തന്നെ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചു പോവുകയില്ല. ദേഖോ ദുനിയാമേ തോ ക്യാ ക്യാ ഹോ രഹാ ഹെ. അല്ലേ, ഇന്ന് ലോകത്തിലാണെങ്കിൽ ഈ ഒരു ധനസമ്പത്തിൻ്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. വഹാ ഐസേ കൊയ് ദുഃഖ കി ബാത് നഹീ ഹോത്തി. അവിടെ ബാബ പറയണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നില്ല. അബ് തും ബാബ് സെ കിത്നാ വർഷ ലേത്തെ ഹോ. ഇപ്പോൾ നിങ്ങൾ ബാബയിൽ നിന്ന് എത്രമാത്രം സമ്പത്താണ് നേടുന്നത്. അപ്നി ജാഞ്ച് കർണി ചാഹിയെ ഹം സ്വർഗമേ ജാനേ ലായക്ക്. ബാബ പറയണ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കൂ, പരിശോധിച്ചു നോക്കൂ, ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യനായിട്ടുണ്ടോ. നാരദ് കാ മിസാൽ. ബാബ പറയുന്ന നാരദൻ്റെ ഒരു ഉദാഹരണം പറയാറില്ല എപ്പോഴും ബാബ. നാരദൻ പോയി ലക്ഷ്മിയോട് എന്നെ വരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞു, തൻ്റെ മുഖം ഒന്ന് കണ്ണാടിയിൽ ദർശിക്കൂ. അപ്പോൾ കണ്ണാടിയിൽ എന്താ കണ്ടത്, ഒരു കുരങ്ങൻ്റെ രൂപമാണെന്നാണ് കഥ. മനുഷ്യ അനേക തീർത്ഥ ആദി കർത്തേ രഹത്തെ മിൽത്താ കുച്ച് ഭി നഹീ. അപ്പോൾ ബാബ പറയാണ് സത്യുഗത്തിലേക്ക് പോകാൻ ഞാൻ യോഗ്യനാകണ്ടേ. അപ്പം അതുകൊണ്ട് ബാബ പറയണ മനുഷ്യന് എന്തുമാത്രം തീർത്ഥയാത്രകൾ നടത്തുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ഭക്തിയിൽ ചെയ്യുന്നത്. എന്നിട്ട് ബാബ പറയണ ഒരു പ്രാപ്തിയും ഉണ്ടാകുന്നില്ല. ഗീത ബി ഹേ ന ചാരോ തരഫ് ലഗായേ ഫേരെ ഫിർ ബി ഹർദം ദൂർ രഹേ. ഒരു പാട്ടില്ലേ,
4 ധാമങ്ങളും ഞാൻ ചുറ്റിക്കറങ്ങി, എന്നിട്ടും ഭഗവാനിൽ നിന്നും ഞാൻ എന്നും അകന്നേ നിന്നു, ദൂരെയായിരുന്നു. അബ് ബാബ തുംകോ കിത്നി അച്ചി യാത്ര സിഖ്ലാത്തെ. ഇവിടെയാണെങ്കിലോ ബാബ എത്ര നല്ല രസകരമായ യാത്രയാണ് പഠിപ്പിക്കുന്നത്. ഇസ്മേ കൊയ് തക്ലീഫ് നഹി, അല്ലേ, ചിലവുമില്ല, ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. ബാബ പറയുന്ന ഒരു പ്രയാസമില്ലാത്ത സഹജമായിരിക്കുന്ന യാത്ര, അതായത് ബുദ്ധിയുടെ യാത്ര. സബ് ബാബ കേത്തെ മാമിക്കം യാദ് കരോ തോ വികം വിനാശോങ്കി. ബാബ പറഞ്ഞ കല്ലും മുള്ളും അവിടെയും ഇവിടെയും ഒന്നും പോകേണ്ട, തിക്കും തിരക്കിലൊന്നും പോകേണ്ട. ബാബ പറഞ്ഞു തരണേ, എന്നെ മാത്രം നിങ്ങൾ ഓർമ്മിക്കും, അപ്പോൾ നിങ്ങളിലെ വികർമ്മം കൂടി എന്താകും, വിനാശമാകും. बहुत अच्छी युक्ति सुनाता हूँ, बच्चे सुनते हैं. വളരെ നല്ല യുക്തിയാണ് ബാബ കേൾപ്പിക്കുന്നത്, അത് മക്കൾ കേൾക്കുന്നുമുണ്ട്. യെ മേരാ ലോൺ ലിയാ ഹുവാ ശരീർ ഹെ. ബാബ പറയണേ, ഞാനിത് ലോണായി എടുത്തിരിക്കുന്ന രഥമാണ്, ശരീരമാണ്. ഇസ് ബാപ്കോ കിത്നി ഖുഷി ഹോത്തി. അപ്പോൾ ആ ബാബയ്ക്ക് എത്ര സന്തോഷമുണ്ടോ, കാരണം സ്വന്തം ശരീരത്തെയാണ് സ്വയം പരമാത്മ രഥമായി എടുത്തിരിക്കുന്നത്. हमने बाबा को शरीर लोन पर दिया, അല്ലേ, ബ്രഹ്മാബാബയ്ക്ക് അതിയായ സന്തോഷം, എൻ്റെ ശരീരത്തെ ബാബയ്ക്ക് ലോണായി കൊടുത്തിരിക്കുകയാണ്. ബാബ ഹംകോ വിശ്വ കാ മാലിക് ബനാത്തെ ഹെ. ബാബ നമ്മൾ കുട്ടികളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുകയാണ്. നാം ബി ഹെ ഭാഗീരഥ്. അതുകൊണ്ട് ഇന്നും ഭക്തി മാർഗത്തിൽ ആ ഒരു മഹിമ പാടി വരികയാണ്, ഭാഗീരഥം, ഭാഗ്യശാലി രഥം എന്ന്. അബി തും ബച്ചേ രാംപുരി മേ ചലനെ കെ ലിയെ പുരുഷാർത്ത് കർ രഹേ ഹോ. ഇവിടെ നമ്മൾ കുട്ടികൾ രാമപുരിയിലേക്ക് പോകുന്നതിനായുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോ പൂരാ പുരുഷാർത്ഥമേ ലഗ് ജാനാ ചാഹിയെ. അതുകൊണ്ട് ബാബ പറയുന്ന പൂർണ്ണ രൂപത്തിൽ നമ്മൾ ആ പുരുഷാർത്ഥത്തിൽ തന്നെ തുടങ്ങണം. കാണ്ടാ ക്യൂ ബന്നാ ചാഹിയെ. എന്തായാലും നമ്മൾ സ്വർഗത്തിൽ രാമപുരിയിലേക്ക് പോകേണ്ടവരാണ്. അപ്പോൾ ബാബ പറഞ്ഞു തരണി, എന്തുകൊണ്ട് നമ്മൾ അത്തരത്തിൽ പുരുഷാർത്ഥം ചെയ്തുകൂടാ, വീണ്ടും വീണ്ടും എന്തിനാ മുള്ളായി പോകേണ്ടത്. തും ബ്രാഹ്മൺ ബ്രാഹ്മണിയാ ഹോ, സബ്കാ ആധാർ മുരളി പർ ഹെ. ബാബ പറഞ്ഞു തരണം, നമ്മൾ ബ്രാഹ്മണരാണ്. അതുകൊണ്ട് ബ്രാഹ്മണരുടെ ആധാരം തന്നെ എന്താണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം എന്താണ്, അതാണ് ബാബയുടെ മഹാവാക്യം മുരളി. മുരളി തുംകോ നഹി മിലേഗി തോ തും ശ്രീമത് കഹാ സെ ലായെങ്കെ, അല്ലേ, ഇതാണ് നമ്മുടെ ശ്രീമതം. അപ്പം അതുകൊണ്ട് ബാബന് നിങ്ങൾ ഒരു ദിവസം മുരളി കിട്ടിയില്ല എങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ശ്രീമതം കൊണ്ടുവരിക. ഐസ നഹി സിർഫ് ഏക് ബ്രാഹ്മണി കോഹി മുരളി സുനാനി ഹെ. ഇനി ബാബ പറയാണ്, ഒരു ബ്രാഹ്മണി നിമിത്തമായിരിക്കുന്ന സഹോദരി ആരാണോ അവർ തന്നെയാണ് മുരളി കേൾപ്പിക്കേണ്ടതെന്നൊന്നുമില്ല. കോയി ബി മുരളി പടുക്ക സുനാസക്തി. ഇന്ന് നോക്ക്, ധാരാളം ഗീതാ പാഠശാലകൾ നടത്തുന്നുണ്ട്. അവരവരുടെ വീട് തന്നെ ബാബയ്ക്കായിട്ട് കൊടുത്ത്, പണം ഉണ്ടോ ഇല്ലയോ, പക്ഷെ ബാബ എന്നുള്ളതിൽ ഇപ്പം നമുക്കറിയാം, പാനൂരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പാനൂരത്തെ ആരാണ്, ജ്യോതി സിസ്റ്റർ, അതുപോലെ രാമചന്ദ്രൻ ഭായ്, അവർക്കൊരു മകളുണ്ട് തീർത്ഥ, നമുക്ക് എല്ലാവർക്കും അറിയാം അവരെക്കുറിച്ച്. അപ്പോൾ അവർ ആദ്യം വടകരയിൽ താമസിച്ചു വാടകയ്ക്ക്, പിന്നീട് അവർക്ക് സ്വന്തം വീട് വേണമെന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടി അവർ പാനൂരിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയും താഴെ അവർക്കുള്ള വീട് അവരുണ്ടാക്കി മുകൾ ഭാഗത്തിൽ ബാബയ്ക്കായിട്ട് അവർ വീട് കൊടുത്തിരിക്കുകയാണ്. അപ്പം ആ ഒരു ഭാവന, സങ്കല്പം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അതായത് എന്നിലൂടെ ബാബയ്ക്കൊരു സ്ഥാനം, അതിലൂടെ ആ പ്രദേശത്തിലുള്ള ആത്മാക്കൾക്ക് ബാബയുടെ സന്ദേശം എത്തിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭാവന, അല്ലേ, സ്വന്തമായിട്ട് തൻ്റെ സ്ഥാനം ബാബയ്ക്കായിട്ട് എഴുതി കൊടുക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ്. അപ്പം അങ്ങനെ ധാരാളം ഗീതാ പാഠശാലകൾ നടത്തുന്നവരുണ്ട്. ഇപ്പോൾ എവിടെയാണെങ്കിലും ഫൽഗുണം ബ്രദറും മഹിജ സിസ്റ്ററും അവരുടെ വീടിൻ്റെ മുകളിൽ ബാബയ്ക്കായിട്ടുള്ള ഗീതാ പാഠശാല നടത്തി വരികയാണ്. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന അത്തരത്തിൽ ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് ബാബ പണ്ട് പറയായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയൊരു മുറി ബാബയ്ക്കായിട്ട് മാറ്റിവെക്ക്, അവിടെയുള്ള ആത്മാക്കളുടെ സേവനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്ക്, അല്ലേ, അത് വിശാല മനസ്സാണത്. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു തരുന്ന മുരളി ആർക്ക് വേണമെങ്കിലും വായിച്ച് കേൾപ്പിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിയമപ്രകാരം അഡ്മിനിസ്ട്രേഷൻ ഇതിൽ അത്തരത്തിൽ എന്തുണ്ട്, ഗീതാ പാഠശാലകൾ നടത്തി വരുന്നുണ്ട്. അതായത് സ്വന്തം
ചിലവിൽ ബാബയ്ക്കായിട്ട് വീട്, അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ നടത്തിപ്പും അവർ വഹിച്ചുകൊണ്ട്, എല്ലാ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തുകൊണ്ട് അവർ നടത്തുന്നതുമുണ്ട്. അതുപോലെ തന്നെ വെറും ക്ലാസ് നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. ബാബയ്ക്ക് വേണ്ടിയിട്ട് ഒരു മുറി തയ്യാറാക്കി കൊടുത്ത് അവിടെ സിസ്റ്റേഴ്സ് പോയി ക്ലാസ് എടുത്ത് വരുന്ന അങ്ങനെയും പാഠശാലകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാബ പറഞ്ഞു തരണ നിമിത്ത ടീച്ചർ തന്നെ എന്നല്ല, ബാബ പറഞ്ഞ അത്തരത്തിൽ ആര് വേണമെങ്കിലും തയ്യാറാകാം. അതും ശ്രീമദ് ബാബ ആ ഒരു മര്യാദ രേഖ വെച്ചിട്ടുണ്ട്. ആ രേഖയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം അത്തരത്തിലുള്ള മുരളി ക്ലാസ്സുകളും അഥവാ ഗീതാ പാഠശാലകളൊക്കെ നടത്താൻ വേണ്ടി. അതിൽ ആശീർവാദം ഉണ്ടാകും. ബോൽനാ ചായി ആജ് തും സുനാവൂ, അല്ലേ? ബാബ പറയുകയാണ് ഇന്ന് നിങ്ങൾ വായിക്കൂ എന്നവർ മുന്നോട്ട് കൊണ്ടുവരണം. അബ് തോ പ്രദർശനി കെ ചിത്ര ഭി സംജാനെ കെ ലിയെ അച്ഛേ ബനെ. അപ്പം ആ രീതിയിലാണല്ലോ ബ്രഹ്മബാബ ഓരോരുത്തരും ആത്മാക്കളെ തയ്യാറാക്കി വന്നത്. എവിടെയും കൂടി നമ്മൾ കാണാറുണ്ട്, എത്ര കുമാരിമാരുണ്ടായിരുന്നു, അവരെ കൊണ്ട് സിസ്റ്റർ മുരളി വായിപ്പിക്കുകയായിരുന്നു. പക്ഷെ അവരുടെ ഭാഗ്യത്തിൽ എഴുതിയിരിക്കണ്ടേ ബാബയുടേതായി അനേക ആത്മാക്കളുടെ മംഗളത്തിന് വേണ്ടിയിട്ട് അവർ ഒരു മാതൃകയായി മാറണമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ്, അബ് തോ പ്രദർശനി കെ ചിത്ര ഭി സംജാനെ കെ ലിയെ അച്ഛേ ബനെ. അതായത് ഇപ്പോൾ പ്രദർശനി ചിത്രങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ നല്ല നല്ല രീതിയിൽ ഉണ്ടാക്കി. മുഖ്യ ചിത്രത്വം അപ്പനെ ദുക്കാൻ പർ രഖോ. ഇനി ബാപ്പണ് നിങ്ങൾ ഷോപ്പ് ഉണ്ടെങ്കിൽ ഷോപ്പിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ കർമ്മസ്ഥാനം അവിടെ ബാബ പറഞ്ഞ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചിത്രങ്ങൾ വെക്കണം. ബഹുത്വം കാ കല്യാണം ഹോക, അല്ലേ? ഇതൊരു വ്യത്യസ്തമായിരിക്കുന്ന ചിത്രമാകുമ്പോൾ അവർ ചോദിക്കും ഇത് എവിടെ നിന്നാണ് കിട്ടിയതിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരവസരമാണ് ബാബയുടെ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ബോലോ ആവോ തോ ഹം തുംകോ സംജായി. അപ്പോൾ അവരോട് പറയണം, വരൂ ഞങ്ങൾ ഇതിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും, ഒരവസരം ഉണ്ടാക്കണമല്ലോ. ഏ സൃഷ്ടി ക ചക്ര കേസേ ഫിർത്ത. അപ്പോൾ ബാബ പറഞ്ഞ ഈ സൃഷ്ടി ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്? കിസ്കാ കല്യാൺ കർണേമേ തോടാ ടൈം ഗയാ തോ ഹർജ തോടേഹി. അപ്പോൾ ബാബന് കുറച്ച് സമയം ചിലവായതുകൊണ്ട് ഒരാത്മാവിൻ്റെ അതിൽ മംഗളം ഉണ്ടാവുകയാണെങ്കിൽ ബാബ പറഞ്ഞ അതിൽ നഷ്ടമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ബാബ പറഞ്ഞു തരണ ഏത് ഫീൽഡിലുള്ളവരാണെങ്കിൽ പോലും നമ്മുടെ ലക്ഷ്യം, നമ്മൾ കർമ്മയോഗികളാണ്, ഗൃഹസ്ഥികളാണ്, ശരി തന്നെ. പക്ഷേ ബാബ പറയണ ഒരാത്മാവിൻ്റെ മംഗളം ചെയ്യാനുള്ള ആ ഒരു സേവനം നമ്മൾ ചെയ്തിരിക്കും. അത് നമ്മളുടെ ലക്ഷ്യം ഉണ്ടാകും. ഒരു ദിവസം ഒരു ആത്മാവിനെങ്കിലും ബാബയുടെ ജ്ഞാനം കൊടുക്കണം, അല്ലെങ്കിൽ ആ ആത്മാവിൻ്റെ മംഗളം ചെയ്യണം. അപ്പം ആ ലക്ഷ്യത്തോടു കൂടി കർമ്മഭൂമിയിലേക്ക് ഇറങ്ങും. ബാബ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹയോഗിയാകും. ഉസ് സൗദയ്ക്ക് സാത്ത് സൗദ കറ സക്തേ ഹോ ന. അപ്പോൾ ബാബ പറയുന്ന ആ കച്ചവടം നടത്തുന്നതിനോടൊപ്പം തന്നെ ബാബ പറയുന്ന ഈ ആത്മീയ കച്ചവടം അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലേ? ഏ ബാബാക്ക് അവിനാശി ജ്ഞാൻ രത്നോ കാ ദുക്കാൻ ഹെ. ബാബ പറയുന്ന ഓരോ സെൻറ്ററും എന്താണ്? ബാബയുടെ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ കടകളാണ്. നമ്പർ 1 ഹെ സി ഡി കാ ചിത്ര ഓർ ഗീത കെ ഭഗവാൻ ശിവ് കാ ചിത്ര. അതിൽ ബാപ്പുവിന് പ്രധാനമായിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് CD, എങ്ങനെയാണ് ഭാരതത്തിൻ്റെ ഉത്ഥാനവും പതനവും നടന്നത്. ബാപ്പുവിന് ആ CD ചിത്രം 84 ജന്മങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തുന്ന ചിത്രം. രണ്ടാമത്തേത് ബാബ പറയുന്ന ഗീതയുടെ ഭഗവാൻ ശിവൻ എന്നുള്ള ചിത്രം. ഇത് രണ്ടാണ് പ്രധാനമായത്. ഭാരത് മേ ശിവ് ഭഗവാൻ ആയാത്ത ജിസ്കി ജയന്തി മനാത്തി. അപ്പോൾ ശിവൻ്റെ ചിത്രം വെക്കുകയാണെങ്കിൽ ബാബ പറയുന്ന ഭാരതത്തിൽ ശിവ് ഭഗവാൻ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെയല്ലേ ശിവജയന്തി ഒക്കെ ആഘോഷിച്ചത്. അഫിർ വോ ബാപ്പായാ ഹെ. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുകയാണ്. യജ്ഞ ഭി രച്ചാ ഹുവാ ഹെ. ഇപ്പോൾ വീണ്ടും ബാബ വന്ന് യജ്ഞം രചിച്ചിരിക്കുന്നു. തും ബച്ചോ കോ രാജ്യോ കാ ജ്ഞാൻ സുനാ രഹേ ഹെ. നമ്മൾ കുട്ടികൾക്ക് ബാബ രാജ്യയോഗത്തിൻ്റെ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാപ്പി ആക്ക് രാജ്യോ കാ രാജ ബനാത്തി. അപ്പോൾ ബാബ തന്നെ വന്ന് നമ്മൾ കുട്ടികൾ ഉണ്ടാക്കി മാറ്റുകയാണ്, രാജാക്കന്മാരുടെയും രാജ. തോ ബാബ കേത്തെ മൈ തുംകോ സൂര്യവംശി രാജാറാണി ബനാത്താ ഹും. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികളെ സൂര്യവംശി രാജാറാണികളാക്കി മാറ്റുകയാണ്. ജിനോക്കോ ഫിർ വികാരി രാജായെ ബി നമൻ കർത്തേ ഹെ. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, ആ ദേവീ ദേവന്മാരുടെ മുമ്പിലാണ് വികാരി രാജാക്കന്മാർ തലകുനിക്കുന്നത്, നമസ്കരിക്കും, തൊഴുന്നത്.
तो स्वर्ग का महाराजा महाराणी बनने का पूरा पुरुषार्थ करना चाहिए. അതുകൊണ്ട് ബാബ പറയുന്ന സ്വർഗത്തിൻ്റെ മഹാരാജ മഹാറാണി ആകുന്നതിനായുള്ള സമ്പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ബാബ കൊയ് മക്കാൻ ആദി ബനാനേക്ക് മനാ നഹീ കർത്തെ. അല്ലാണ്ട് ബാബ വീടുണ്ടാക്കണ്ട, അതുണ്ടാക്കണ്ട, ഇതുണ്ടാക്കണ്ട, ബാബ അങ്ങനെയൊന്നും വിലക്കാറില്ലല്ലോ. ബൽ ബനാവോ, ബാപ്പണ നിങ്ങൾക്ക് എന്താ വീടുണ്ടാക്കണോ വീടുണ്ടാക്കിക്കോളൂ, ഞാനതിന് തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല. പൈസ ബീത്തോ മിട്ടി മെമ്മിൽ ജായ, ബാബ പണുള്ള പണം വെച്ചിട്ട് എന്താ കാര്യം, അത് മണ്ണോട് മണ്ണായി ചേർന്ന് പോവില്ലേ. ഇസ്സേ ക്യൂന മക്കാൻ ബനായി ആറാം സെ റഹോ, പാപ്പണ അതിനേക്കാളും നല്ലതല്ലേ ഒരു വീടുണ്ടാക്കി വളരെയധികം സുഖത്തോടെ ജീവിക്കുക എന്നുള്ളത്. പൈസ കാമേ ലഗാനേ ചായ്, പണം ഉണ്ടോ അതിനെ ഉപയോഗപ്പെടുത്തുക. മക്കാൻ ബി ബനാവോ കാനേ കേലേ ബി റക്കോ, ബാബ പറയുന്ന വീട് ഉണ്ടാക്കുകയും വേണം, പിന്നീട് ബാപ്പണ ജീവിതം മുന്നോട്ട് കഴിയാനുള്ളതും കൂടി നിങ്ങൾ കുറച്ചൊക്കെ മാറ്റി വയ്ക്കുകയും വേണം. ദാൻ പുണ്യ ബി കർത്തെ, ബാബ പറയുന്ന ദാനപുണ്യവും ചെയ്യണം. जैसे कश्मीर का राजा अपनी प्रॉपर्टी जो प्राइवेट थी वो सब आर्य समाजों को दान में दिया. ഇത് ബ്രഹ്മബാബയുടെ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണ്. ഏതുപോലെ കശ്മീർ രാജാവ് ഉണ്ടായിരുന്നു, അവരുടെ സമ്പത്ത് കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അതിനെ അവർ ആർക്ക് എഴുതി കൊടുത്തു, ആര്യ സമാജികൾക്ക് ദാനമായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പനെ ധർമ്മ ജാതി കേലെ കർത്തേ ഹേന, ബാപ്പൻ അങ്ങനെ ധാരാളം ഇന്ന് ലോകത്തിൽ ആൾക്കാരുണ്ട്, അവരുടെ ധർമ്മത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, അവരുടെ ജാതിക്ക് വേണ്ടി അത്തരത്തിലുള്ള എന്താണ് ഒന്നില്ലെങ്കിൽ സ്ഥലമോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്ന ദാനമായിട്ട് കൊടുക്കുന്നതുണ്ട്. യഹാ തോ വോ കോയി ബാത് നഹി സബ് ബച്ചേ, ജാതി ആദിക്ക് ബാത് നഹി. അല്ലാണ്ട് ബാപ്പൻ ഇവിടെ ഈ ധർമ്മത്തിന് വേണ്ടി നമ്മുടെ ജാതിക്ക് വേണ്ടി ആ പേരിലൊന്നും ഇവിടെ ആർക്കും ദാനം കൊടുക്കേണ്ട ആവശ്യമില്ല. ബാബ പറഞ്ഞ ഇവിടെ എല്ലാവരും ബാബയുടെ കുട്ടികളാണ്. വോഹേ ദേഹി ജാതി ആദി, അവിടെ ബാബ പറഞ്ഞ ദേഹത്തിൻ്റെ ജാതിയും മതവും അതിൻ്റെ ആധാരത്തിലല്ലേ കാര്യങ്ങൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. മൈത്തോത്തും ആത്മാക്കോ വിശ്വക്ക് ബാദ്ഷാഹി ദേത്താഹും, എന്നാൽ ഇവിടെ ബാബ പറയണ ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് വിശ്വത്തിൻ്റെ രാജ്യാധികാരം നൽകുന്നു. അതിനുവേണ്ടി ബാബ മക്കളെ പവിത്രരാക്കി മാറ്റുകയാണ്. ഡ്രാമാനുസാർ ഭാരത്വാസി ഹി സ്വർഗ രാജ്യഭാഗ്യ ലേങ്ക, ബാപ്പനെ ഡ്രാമ അനുസരിച്ച് ഭാരതവാസികൾ തന്നെയാണ് രാജ്യഭാഗ്യം നേടുക. अब तुम बच्चे जानती हो हमारे ऊपर बृहस्पति की दशा बैठी हुई है. അതായത് ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്കറിയാം ഇപ്പോൾ നമ്മളിൽ ഏത് ദശയാണ്, വ്യാഴദശയാണ്. ശ്രീമദ് कहती है मामे कम याद करो और कोई बात नहीं. അപ്പോൾ ശ്രീമദ് എന്താ പറയുന്നത്, പരമാത്മ മതം എന്താണ്, ആജ്ഞ എന്താണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ, മറ്റൊന്നും ബാബ ആവശ്യപ്പെടുന്നില്ല. ഭക്തി മാർഗമേ വ്യാപാരി ലോ കുച്ച് നാ കുച്ച് ധർമാവ് ജറൂർ നിക്കാലത്തെ. ഇപ്പോൾ ബാബ പറയുന്ന ഭക്തി മാർഗത്തിൽ വ്യാപാരി മനുഷ്യർ കുറച്ചൊക്കെ മാറ്റി വയ്ക്കും. അവർ ഓരോ ദിവസവും അവർ ഉണ്ടിയപ്പെട്ടി വെച്ച് അതിലെന്താക്കും, ഈശ്വരാർത്ഥം അഥവാ ദാനപുണ്യാർത്ഥം എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കും. അതുപോലെ ബാബ പറയുന്ന ഭഗവാന്റെ സേവനം ചെയ്യുന്നതും അതേപോലെ തന്നെയാണ്. ഭക്തിയിൽ പോലും അരി അടുപ്പത്തിടുന്നതിന് മുമ്പ് ഒരു പിടി അരി, ആ എടുത്ത അരിയിൽ നിന്നും ഒരു പിടി അരി മാറ്റി വയ്ക്കും, അത് അമ്പലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി. അത്രയും ഭാവനയോടുകൂടി ആ ഒരു സമയത്ത് ചെയ്തതുണ്ടായി. അതുപോലെ തന്നെ ഈശ്വരീയ കർമ്മം, ബാപ്പണി ഈശ്വരീയ രാജധാനി സ്ഥാപിക്കണമെങ്കിൽ ബാബ പറയണ നമ്മുടെ എല്ലാ വിധത്തിലും ഭഗവാന് സഹയോഗികളാകണം, എന്നാലല്ലേ എല്ലാ പ്രാപ്തികളും എനിക്ക് നേടാൻ പറ്റൂ. ചിലർ തെറ്റിദ്ധരിക്കും നമ്മളിലൊന്നുമില്ല ഒന്നുമില്ല. അങ്ങനെയെന്ന് വിചാരിച്ചാരും പട്ടിണി കിടക്കുമോ? വീട്ടിൽ ഒന്നും കഴിക്കാണ്ട് കുടിക്കാണ്ട് പട്ടിണി കിടക്കാറുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അവരവരുടെ വയറ്റിനുള്ളതും അവരവരുടെ വസ്ത്രത്തിനും അവരവർക്ക് കയറി കിടക്കാനുള്ളതെല്ലാം ഉണ്ടാക്കാറില്ലേ. പക്ഷെ ഈശ്വരൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങളും പരിഭവങ്ങളും, ഒന്നും പറ്റില്ല എന്നുള്ള മറ്റിൽ പറയും. പക്ഷെ കൊടുക്കുന്തോറും നമ്മൾ വർദ്ധിക്കുമെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. കൊടുക്കുന്നത് ആർക്കാ? സ്വാർത്ഥതയ്ക്കല്ല, ഒരു വ്യക്തിക്കല്ല, അത് ഈശ്വരീയ കാര്യാർത്ഥമാണ്. അപ്പം അതുകൊണ്ട് ഭഗവാൻ എൻ്റേതാണ്, എൻ്റെ അച്ഛനാണ്, ഭഗവാൻ എൻ്റെ മകനാണെന്ന് പറയുമ്പോൾ നമ്മൾ വായും കൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. സത്വത്തെ നമ്മൾ നേടണമെങ്കിൽ സംഗമികത്തിൽ അതേ വിശാലത നമുക്കുണ്ടായിരിക്കണം.
അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ്, ഭക്തിമാർഗത്തിൽ പോലും വ്യാപാരികൾ കുറച്ചൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്. ഉസ്കാ ഭി ദൂസരെ ജന്മ അല്പകാലേ മിൽത്ത അല്ലേ? അതുകൊണ്ട് അതിൻ്റെ പകരം എന്ത് കിട്ടും? അടുത്ത ജന്മത്തിൽ അതിൻ്റെ പ്രാപ്തി അല്പകാലത്തേക്കാണെങ്കിലും കിട്ടും. എന്നാൽ ഇപ്പോഴാണെങ്കിലോ അബ് തോ മൈ ഡയറക്റ്റ് ആയാ ഹൂ തോ ഇസ് കാര്യമേ ലഗാവൂ. ബാബ വായി തുറന്ന് ചോദിക്കുകയാണ്. ബാബ പറയണ ഇപ്പം ഞാൻ നേരിട്ട് വന്ന്, അന്ന് നിങ്ങൾ ഭഗവാന് വേണ്ടി എന്തൊക്കെ ചെയ്തു. ഇപ്പോൾ ബാബ പറയണ ഞാൻ നേരിട്ട് വന്നിരിക്കെ ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ അതെല്ലാം സഫലാക്ക്. മുझे तो कुछ नहीं चाहिए, എനിക്ക് വേണ്ടി ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ബാബയ്ക്ക് വേണ്ടി അല്ല. ബാബ പറയണ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി. അതിപ്പോൾ 1 രൂപ കൊടുത്താലും ശരി, 1 കോടി കൊടുത്താലും ശരി, ബാബ പറയണ എനിക്കായിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്താൽ മതി. शिव बाबा को अपने लिए कोई मकान आदि बनाना है क्या? ബാബ പറയണം ബാബയ്ക്ക് കൊടുത്തു എന്ന് പറയും. അപ്പോൾ ബാബ ചോദിക്കണം, ഞാനെന്താ വീടുണ്ടാക്കാനാണോ? ഏ സബ്തും ബ്രാഹ്മണവും കാഹേ. ബാപ്പണ ഈ കാണുന്നത് എന്തൊക്കെയുണ്ടോ, നിങ്ങൾ എന്തൊക്കെ കൊടുത്തോ ബാപ്പണ അത് നിങ്ങൾ ബ്രാഹ്മണർക്കുള്ളതാണ്. ഗരീബ് സാവുക്കാർ സബ് ഇക്കട്ടെ രഹത്തെ കോയി ബിഗഡത്തെ ഭഗവാൻ കെ പാസ് ഭി സമദൃഷ്ടി നഹി. ഇപ്പോൾ ബാബ പറഞ്ഞു തരണ ഇവിടെ എല്ലാവരും, അതായത് ദരിദ്രരാകട്ടെ സമ്പന്നരാകട്ടെ എല്ലാവരും ഒരുമിച്ചല്ലേ. ചിലരൊക്കെ പൊട്ടിത്തെറിക്കാറുണ്ട്, ഭഗവാന്റെ അരികിലും ഇങ്ങനെ ഭേദഭാവമോ, പണക്കാരനൊരുത്തരം നോക്കുന്നു, പാവപ്പെട്ടവനൊരുത്തരം നോക്കുന്നു, സമദൃഷ്ടിയില്ല എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും. കോയിക്കോ മെഹൽമേ കോയിക്കോ ജോംപടിമേ രക്തേ. അതായത് ചിലവരെ കൊട്ടാരത്തിൽ വയ്ക്കും, ചിലവരെ എവിടെ കൊണ്ടുവയ്ക്കും, ഒരു കുടിലിൽ കൊണ്ടുവയ്ക്കും എന്നാണ് വിചാരിക്കുക. ബാബക്ക് ഭൂൽ ചാത്ത്. ഇതൊക്കെ നോക്കി നടക്കുമ്പോൾ ബാബയെ മറന്നു പോവും. സിസ്റ്റർ അവരെ മാത്രം നോക്കുന്നു, സിസ്റ്റർ എന്നോടൊന്നും ചോദിച്ചില്ല, സിസ്റ്റർ എന്നെ ഇങ്ങനെ ചെയ്തു, അവിടെ ഇരുത്തി. ഇപ്പോൾ ബാബ പറഞ്ഞു ഇത്രയാണ്. ആ ദൃഷ്ടിയിലേക്ക്, ആ ചിന്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ പിന്നെ ബാബ എവിടെയാണ് നമ്മൾ ഓർക്കുന്നത്? ശിവ ബാബ കി യാദ് മേ രഹോ തോ കഭി ഐസി ബാത്തേ നാ കരെ. നിങ്ങൾ ബാബയുടെ ഓർമ്മയിലായിരിക്കുന്നെങ്കിൽ ബാപ്പൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനേ പാടില്ല. ചിന്തിക്കാൻ പോട്ട് ബാബ പറയണ പറയാനും പാടില്ല. സബ്സെ പൂച്ഛനാ തോ ഹോത്താ ഹേന. ഇപ്പം സാധാരണ നമ്മൾ കാണാറുണ്ട്, മധുബനത്തിലേക്ക് പോകുമ്പോൾ യജ്ഞസേവനം എന്ന് പറയും. ഇപ്പം നമുക്ക് മധുബനം പോകാൻ പറ്റില്ല, എന്നിരുന്നാലും നമ്മുടെ യജ്ഞത്തിൻ്റെ ഒരു വീതം നമ്മൾ ബാബയുടെ ആ ഒരു മഹായജ്ഞത്തിലേക്ക് സമർപ്പിക്കുകയാണ്. വർഷത്തിലൊരിക്കലാണ് നമ്മൾ സമർപ്പിക്കുക എല്ലാവരുടെ വക. അപ്പം അതുകൊണ്ട് സിസ്റ്റർ അനൗൺസ്മെൻറ്റ് ചെയ്യാറുണ്ട്, മഹായജ്ഞത്തിലേക്ക് വർഷത്തിലൊരിക്കൽ നമ്മൾ മൗണ്ട് അബുൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പറ്റുമോ അത് ബാബയ്ക്ക് സമർപ്പിക്കുക എന്നുള്ളത്. വ്യക്തികളുടെ മുമ്പിലല്ല, ഈശ്വരൻ്റെ മുമ്പിൽ ഈശ്വര യജ്ഞം, ഇത്രയും വിശാലമായ യജ്ഞം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടി വരും. അപ്പോൾ ഓരോ സെൻറ്റർ വൈസ് ഓരോ രീതിയിലാണ് കൊടുക്കുക. അപ്പോൾ ഈ വർഷം നമ്മുടെ ഇവിടെ നിന്നും കൂടി അത്തരത്തിൽ മാർച്ചിലാണ് നമ്മുടെ ടേൺ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം അവിടെ എത്തിക്കേണ്ടതുണ്ട് അതൊക്കെ എത്തിക്കുക വേണം. അപ്പോൾ അത് സോണൽ ലെവലിൽ നിന്നാണ് അവിടത്തേക്ക് പോവുക. അപ്പോൾ അവിടത്തേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും, ഓരോ ബ്രാഹ്മണ കുട്ടികളും തൻ്റെ കയ്യിലാകുന്ന യജ്ഞസേവനം നിമിത്ത സഹോദരിമാരുടെ കയ്യിൽ എത്തിപ്പിക്കുമ്പോൾ അവർ സോണൽ ഹെഡ് ആയിരിക്കുന്നവരെ ഏൽപ്പിക്കും, അവരവിടെ മധുബനത്തിൽ ഏൽപ്പിക്കും. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ്, നമ്മളെപ്പോഴാണോ ബാബയുടെ ഓർമ്മയിൽ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കില്ലല്ലോ. സബ്സേ കുച്ച് ഹോത്ത. അപ്പോൾ ചിലർ ചോദിക്കും, നീ എത്ര കൊടുത്തു, എന്തിനാ അത്ര കൊടുക്കേണ്ട ആവശ്യം? ചിലപ്പോഴൊക്കെ അനന്യ കുട്ടികളുണ്ട്, അവരോട് നേരിട്ട് സിസ്റ്റർ പറയും, നിങ്ങൾ ഇത്ര ചെയ്യണം എന്നുള്ളത്. അതായത് സിസ്റ്ററിന് അറിയാലോ ഇന്ന കുട്ടി അനന്യ കുട്ടിയാണ്, അവകാശിയാണ്. ബാബ പറയുന്നത് പോലെ അവരാണ് അവകാശി മക്കൾ എന്നുള്ളത്. അപ്പോൾ അവരോട് നമുക്ക് അധികാരത്തോടു കൂടി പറയും, നിമിത്തരായിരിക്കുന്നവർ. അപ്പോൾ അതവർ ചെയ്യുകയും ചെയ്യും. देखा जाता ये घर में ऐसा आराम से रहता है तो वो प्रबंध देना पड़े, इसलिए कहते सबकी खातरी करो. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, ഇത്രയും നല്ല വ്യവസ്ഥകളൊക്കെ മധുബനത്തിൽ ബാബയുടെ വീട്ടിൽ നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുമ്പോൾ
നമ്മളിപ്പോൾ പുറമെ ഒരു ഹോട്ടലിൽ പോയി താമസിക്കുമ്പോൾ ഓരോ റൂമിനനുസരിച്ച് വിലയുണ്ടാവും. 2000 ഏതൊരു പ്രാവശ്യം നമ്മൾ മധുബനത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ, അതായത് ചിലർക്ക് ഞാൻ അത്ര ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നു ഇതിനും കാട്ടി ഹോട്ടൽ മുറിയിലാണെങ്കിൽ എത്ര പൈസ കൊടുക്കണം, ഇവിടെ ഇത്ര പൈസ കൊടുക്കണം. അപ്പോൾ എന്താണ് പൈസ കൊടുക്കുന്നത്? അത് എൻ്റെ ഭാഗ്യത്തിലുള്ള വർഷത്തിലൊരിക്കൽ നമ്മൾ ചെയ്യുന്നുള്ളൂ, അതിന് തന്നെ കണക്ക് പറയാൻ നിൽക്കും. അപ്പം അതുകൊണ്ട് ബാബ പറയണ യജ്ഞം എന്തെന്ന് മനസ്സിലാക്കണം. ചിലർ പറയും ഇവിടെ നിന്ന് മധുബനം പോകുമ്പോൾ ഇത്ര പൈസ, അവിടെ നിന്ന് പോയാൽ എത്ര പൈസയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വന്തം വീട്ടിൽ ഒരു അതിഥികൾ വരുമ്പോൾ എത്രയൊക്കെ നമ്മൾ ചിലവ് കാര്യങ്ങൾ, അവരുടെ ആഹാരക്കാരാകട്ടെ, ബാക്കിയുള്ള വെള്ളത്തിൻ്റെയും കറണ്ടും അതും ഇതും എത്ര ചിലവുണ്ടാകും, അത് നമ്മൾ അവരോട് പറയാറില്ല. ചിലർ മനസ്സിലാക്കി ചെയ്യും, ചിലർ മനസ്സിലാക്കി ചെയ്യുക പോലുമില്ല. അവർ നല്ലോണം അതൊക്കെ അനുഭവിച്ച് അങ്ങ് പോകും. അച്ഛൻ്റെ വീടാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ വീട് നോക്കുന്നതാരാ? നമ്മൾ കുട്ടികളുടെ കൈകൊണ്ടല്ല അച്ഛൻ്റെ വീട് അത്രയും വിശാലമായിട്ട് നടന്നു പോകുന്നത്. മുഴുവൻ വിശ്വത്തിൻ്റെ സേവനം അവിടെ നടക്കുമ്പോൾ എൻ്റെ ഒരു പങ്ക് അവിടെ കൊടുക്കണ്ടേ? ആ രീതിയിൽ ചിന്തിക്കാതെ വ്യർത്ഥമായിട്ട് മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞിത്രയാണ് ഇത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ നമ്മൾ പോകുമ്പോൾ തന്നെ എല്ലാ തരത്തിലുള്ള വ്യവസ്ഥകളും അവിടെ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ബാബ പറയാണ് എന്തെങ്കിലും നമ്മൾ അവിടത്തേക്ക് വേണ്ടി ചെയ്യണ്ടേ? കോയി ബി ചീസ് നാഹോ തോ മിൽ സക്തി, അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ അവിടെ കിട്ടും അല്ലേ? അത്രയും അവർ നമ്മൾ ശ്രദ്ധിക്കും. മിലനത്തിന് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മധുബൻ നിവാസികൾ നമുക്ക് വേണ്ടി ചെയ്തു തരാറുണ്ട്. ബാബാക്കത്തോ ബച്ചോം പർ ലവ് റഹത്താ. അപ്പോൾ ബാബയ്ക്കാണെങ്കിലും മക്കളോട് അത്ര സ്നേഹം. ഇത്ര ദൂരെ നിന്ന് വരുന്ന കുട്ടികൾ, വർഷത്തിലൊരിക്കൽ വരുന്നവരുണ്ട്, അല്ലാണ്ട് പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ബാബ എത്ര അധികം ശ്രദ്ധിക്കാറുണ്ട്. ഇത്തനാ ലവ് ഓർ കോയി കാ റഹനാ സക്കെ. ബാപ്പന് അത്ര സ്നേഹം ഈ ലോകത്തിൽ ആരെയും കാണിക്കും. ഒരു ദിവസം 2 ദിവസം ഗസ്റ്റായിട്ട് പോകാം, കൂടുതൽ ദിവസം നിന്ന് അവർ തന്നെ ചോദിക്കും എപ്പോഴാണ് പോകുന്നതെന്ന്. പക്ഷെ ബാബ എത്രമാത്രം കുട്ടികളെ കെയർ ചെയ്യുന്നുണ്ട്. ബച്ചോങ്കോ കിത്തനാ സംജാത്തെ പുരുഷാർത്ഥ കറോ. അത്രയൊക്കെ വ്യവസ്ഥിതികൾ ഉണ്ടാക്കി നൽകി ബാബ പറയുന്നത് എന്താ? പുരുഷാർത്ഥം ചെയ്യട്ടെ മക്കളെന്ന്. ഔറോ കേലേ ബി യുക്തി റച്ചോ. ബാബ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ യുക്തി കണ്ടെത്ത്. ഇസ്മേ ചായേ 3 പൈ പൃഥ്വിക്ക്. ബാബ പറഞ്ഞ ഇതിനെന്താ വേണ്ടത്? ഒരു 3 അടി മണ്ണല്ലേ വേണ്ടൂ. ജിസ്മേ ബച്ചിയാ സംജാത്തി രഹേ. ബാബ പറഞ്ഞ അവിടെ സഹോദരിമാർ വന്ന് ബാബയുടെ ജ്ഞാന സന്ദേശം കൊടുക്കും. കോയി ബഡേ ആദ്മി കാ ഹാൽ ഹോ വോ സിർ ചിത്ര റക്ക് ദേത്തെ. ബാബ പറയണ ചിലവർ ഇങ്ങനെയും തരും. വലിയ ഹാള്, ഏതെങ്കിലും വ്യക്തി അതിൻ്റെ ഉടമസ്ഥത ഉണ്ടെങ്കിൽ അവർ ഹാള് തന്നെ വിട്ടു തരും, ചിത്രങ്ങളൊക്കെ വെച്ച് മറ്റുള്ളവരുടെ സേവനം ചെയ്യാൻ. 1-2 घंटा സുബഹ് ഷാം കോ ക്ലാസ് കർ ചലേ ജായെങ്കിൽ. അവർ രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, 2 മണിക്കൂർ ആ തരത്തിൽ വ്യവസ്ഥയിൽ അവർ തരും. അവിടെ ക്ലാസ് എടുത്ത് പോയിക്കോളൂ എന്ന് പെർമിഷൻ തരും. ഖർച്ച സബ് ഹമാരാ നാം തുമാരാ ഹോഗ. ബാബ പറയണ അങ്ങനെയും ചെയ്യാലോ, ചിലവ് അവർ ചെയ്തോളും, ബാക്കി ബാബയുടെ പേരല്ലേ അവിടെ വരിക. ബഹുത്താക്ക് കൗടി സെ ഹീരെ ജൈസ ബനേഗ. ബാബ പറയണ ധാരാളം പേര് അവിടെ വന്ന് ബാബയുടെ ജ്ഞാനം കേട്ട് പോകുമ്പോൾ ബാപ്പൻ അവരുടെ ജീവിതം കക്കയ്ക്ക് സമാനത്തിൽ നിന്നും വജ്രസമാനമായി മാറുമല്ലോ. ബാബ പറയുന്ന ഓരോ സ്ഥാനത്തും ബാബയ്ക്കായിട്ടുള്ള ഒരു സ്ഥാനം നമ്മൾ മാറ്റി വെക്കേണ്ടത് ആവശ്യമാണ് അല്ലേ? ബാബ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളവർക്കും ബാബയുടെ ജ്ഞാനം എത്തണ്ടേ? അതുകൊണ്ട് ബാപ്പന് അതിനുള്ള വ്യവസ്ഥ ചെയ്യാൻ പറ്റണം. ആ ഒരു സങ്കല്പം നമുക്കുണ്ടായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മാതാജി പറയുമായിരുന്നു, എൻ്റെ നാട്ടിൽ എനിക്ക് കിട്ടിയ സ്വത്തിൻ്റെ ഭാഗമുണ്ട് സിസ്റ്ററെ, അവിടെ എനിക്ക് ബാബയ്ക്കായിട്ടൊരു വീട്, ഒരു സെൻറ്റർ ഉണ്ടാക്കണോ എന്നുള്ളത്. ഇല്ല, അതെല്ലാം ഒരു വിശാലതയാണ്. അതായത് സ്വന്തം ചെലവിൽ ബാബയ്ക്കൊരു വീട് ഉണ്ടാക്കുക, അത്തരത്തിലുള്ളൊരു മനോഭാവം വരിക എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ഒരു സങ്കല്പം, അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഹിമ്മത്തെ ബച്ചേ മദദേ ബാബ്. സങ്കല്പത്തിൽ ആ ഒരു ധൈര്യം വയ്ക്കുകയാണെങ്കിൽ ബാബ ഓട്ടോമാറ്റിക് ചെയ്യും. ഞാൻ നേരത്തെ പാനൂറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവരുടെ സങ്കല്പമായിരുന്നു ബാബയ്ക്ക് കൊടുക്കണമെന്ന്. ബാബ എത്ര പെട്ടെന്ന് സർവരുടെ സഹയോഗത്തിൽ കൂടി ആ പണി പൂർത്തിയാവുകയും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടത്തുകയും ഇന്ന് അവിടെ ക്ലാസ് നടക്കുന്നുണ്ട് അല്ലേ? ഒരു കുട്ടി പ്രസവിച്ച പാടെ നടക്കണം വിചാരിച്ച് നടക്കില്ലല്ലോ.
അവിടെ പതിയെ പതിയെ എല്ലാവരും അറിയാൻ തുടങ്ങും, വരാൻ തുടങ്ങും, ബാബയുടെ കുട്ടികളാകും. പക്ഷെ ഞാനതിന് വേദി ഒരുക്കി കൊടുക്കല. ആ വേദി ഒരുക്കി കൊടുക്കുന്നതിൽ എത്ര ഭാഗ്യമുണ്ട്, അവരുടെ മനസ്സിൻ്റെ വിശാലത. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു തരണേ എത്തരത്തിലാണ് നമ്മൾ സേവനം ചെയ്യേണ്ടത്. ബാബ ഈ സ്വർഗം സ്ഥാപിക്കുമ്പോൾ അതിൽ ഞാൻ എത്രമാത്രം പങ്കാളിയാകണം. വെറുതെ വിശ്വരാജ്യാധികാരം കിട്ടില്ലല്ലോ. ഇവിടെ രാജ്യാധികാരിയായിരുന്ന അവിടെ രാജ്യം ഭരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ബാപ്പൻ ഇവിടെ സേവകനായി നിൽക്കുന്നവൻ അവിടെ രാജ്യാധികാരിയാകും. അത്രയും സേവ ബാബയ്ക്കൊപ്പം നിന്ന് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. अच्छा, मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यारा गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. നമസ്തേ നമസ്തേ നമസ്തേ. ധാരണയ്ക്കുള്ള പ്രധാന പോയിൻ്റാണ്. ബാബ എന്താ പോയിൻ്റ് പറയുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, जो भी अंदर में कांटा है उनकी जांच कर निकालना है. എന്തെല്ലാമാണോ എൻ്റെ ഉള്ളിലെ മുള്ളുകളുള്ളത് അതിനെ പരിശോധിച്ച് അതിനെ ഇല്ലാതാക്കണം. എന്തെല്ലാമാണോ എൻ്റെ ഉള്ളിൽ മുള്ളുകളുള്ളത് അതിനെ പരിശോധിച്ച് കണ്ടെത്തി അതിനെ ഇല്ലാതാക്കണം. രാംപുരി മേ ചലനെ കാ പുരുഷാർത്ഥ കർണ. രാമപുരിയിലേക്ക് പോകുന്നതിനായുള്ള പുരുഷാർത്ഥം ചെയ്യും. രാമപുരി പറഞ്ഞാൽ സത്യുഗം. സത്യുഗത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. 2, അവിനാശി ജ്ഞാൻ രത്നോ കാ സൗദാക്കർ. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ കച്ചവടം ചെയ്ത് കിസി കാ ഭി കല്യാൺ കർണേ മേ സമയ ദേന. മറ്റുള്ളവരുടെ മംഗളം ചെയ്യുന്നതിൽ നമ്മൾ സമയം കൊടുക്കണം. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ബിസിനസ് ചെയ്ത് മറ്റൊരു ആത്മാവിൻ്റെ മംഗളം ചെയ്യുന്നതിൽ സമയം ചെലവാക്കണം. ഹസീൻ ബന്ന ഓർ ബനാന. സ്വയം സുന്ദരന്മാരാകണം, അതായത് പാവനരാവുകയും വേണം, അതേസമയം മറ്റുള്ളവരെയും പാവനരാക്കണം. പാവനരാകണം, മറ്റുള്ളവരെയും പാവനരാകണം. അതിന് ബാബ ഉപയോഗിക്കുന്ന വാക്കാണ് സുന്ദരനാകണം. वरदान. फुल स्टॉप द्वारा श्रेष्ठ स्थिति रूपी मेडल प्राप्त करने वाले महावीर भव. പൂർണ്ണ വിരാമം ഇടുന്നതിലൂടെ, ഫുൾ സ്റ്റോപ്പ്, പൂർണ്ണ വിരാമം ഇടുന്നതിലൂടെ ശ്രേഷ്ഠസ്ഥിതിയാകുന്ന മെഡൽ പ്രാപ്തമാക്കുന്ന, ശ്രേഷ്ഠസ്ഥിതിയുടെ മെഡൽ നേടിയെടുക്കുന്ന മഹാവീരന്മാരായി ഭവിക്കൂ. വിശദീകരണം. इस अनादि ड्रामा में, ഈ അനാദി നാടകത്തിൽ रूहानी सेना से सेना के सेनानियों को कोई मेडल देता नहीं. അതായത് ആത്മീയ സൈന്യത്തിലെ സൈനികർക്ക് ആരും മെഡൽ നൽകാറില്ല. ഏതിൽ? ഈ നാടകത്തിൽ, അനാദിയായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഈ നാടകത്തിൽ ആത്മീയ സൈനികർക്ക് ആരും തന്നെ മെഡൽ കൊടുക്കാറില്ല. ലേക്കിൻ ഡ്രാമാനുസാർ ഉन्हें ശ്രേഷ്ഠ സ്ഥിതി രൂപേ മെഡൽ സ്വതः പ്രാപ്ത് ഹോ ജാത്ത. പക്ഷേ ഡ്രാമാനുസാരം ശ്രേഷ്ഠസ്ഥിതിയാകുന്ന മെഡൽ അവർക്ക് സ്വാഭാവികമായും ലഭിക്കും. यह मेडल उन्हों ही प्राप्त होता जो हर आत्मा का पार साक्षी होकर देखते हुए ഫുൾ സ്റ്റോപ്പ് की മാത്ര സഹജ് ലഗാ ദേത്ത. ബാബണ ആ മെഡൽ അത്ര എളുപ്പത്തിൽ എല്ലാവർക്കും കിട്ടില്ല. പിന്നെ ആർക്കാ കിട്ടുക? ആരാണോ ഓരോ ആത്മാക്കളുടെ പാർട്ടിനെയും, ആരാണോ ഓരോ ആത്മാക്കളുടെ പാർട്ടിനെയും സാക്ഷിയായിരുന്നു കൊണ്ട് കണ്ട് ഫുൾ സ്റ്റോപ്പ് വളരെ എളുപ്പത്തിലിടുന്നത്, പൂർണ്ണ വിരാമത്തെ വളരെ എളുപ്പമായി ഇടുന്നത്, അവർക്ക് ആ മെഡൽ പ്രാപ്തമാകും. ഏത് മെഡൽ? ശ്രേഷ്ഠ സ്ഥിതിയാകുന്ന മെഡൽ. ऐसी आत्माओं का फाउंडेशन अनुभव के आधार पर होता. അത്തരത്തിലുള്ള ആത്മാക്കളുടെ അടിത്തറ അനുഭവത്തിൻ്റെ ആധാരത്തിലാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ആത്മാക്കളുടെ
ഫൗണ്ടേഷൻ, അടിത്തറ എന്ന് പറഞ്ഞ ഏതിൻ്റെ ആധാരത്തിലായിരിക്കും? അനുഭവത്തിൻ്റെ ആധാരത്തിൽ. इसलिए कोई भी समस्या रूपी दीवार उन्हें रोक नहीं सकती. അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലുള്ള പരിതസ്ഥിതികളാകുന്ന ചുമരുകൾ അവരെ തടസ്സപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ആദിയിൽ വന്നിരിക്കുന്ന ആത്മാക്കൾ ഇന്നും ബാബയുടെ കുട്ടികളായിട്ട് നിത്യവും ബാബയുടെ മുരളി കേട്ടുകൊണ്ടും നിത്യവും ബാബയുടെ ഓരോ ശ്രീമതത്തെയും പാലിച്ചു മുന്നേറുന്നതിൻ്റെ കാരണം എന്താ? അവരുടെ അനുഭവത്തിൻ്റെ ആധാരത്തിലാണ് ഫൗണ്ടേഷൻ ഉള്ളത്. ഫൗണ്ടേഷൻ അത്രയും പവർഫുള്ളാണ്. അതുകൊണ്ട് ഏത് വിധത്തിലുള്ള പരിതസ്ഥിതികളാകുന്ന ചുമരുകളും അവരെ തടയാൻ സാധ്യമല്ല. स्लोगन: हर परिस्थिति रूपी पहाड़ को पार कर अपनी मंजिल को प्राप्त करने वाले उड़ता पंछी बनो. ഓരോ പരിതസ്ഥിതികളാകുന്ന പർവ്വതത്തെ മറികടക്കുന്ന, ഓരോ പരിതസ്ഥിതികളാകുന്ന പർവ്വതത്തെ മറികടന്ന് തൻ്റെ ലക്ഷ്യത്തിൽ എത്തിപ്പെടുന്ന പറക്കുന്ന പക്ഷികളാകണം. തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന പറക്കുന്ന പക്ഷികളായി മാറണം. അച്ഛാ, ഓം ശാന്തി. അതുകൊണ്ട് ഇന്നത്തെ മഹാവാക്യത്തിൽ എങ്ങനെയാണ് സോലാക്കല സമ്പൂർണ്ണരാകേണ്ടത്, അതുപോലെ തന്നെ ബാബ പറയണ ഇപ്പോൾ നിങ്ങളിലുള്ളത് ബൃഹസ്പതിയുടെ ദശയാണ്. അപ്പോൾ ആ ഒരു ദശ എന്നിൽ എപ്പോഴും ഉണ്ടാകണമെങ്കിൽ എന്ത് ദാനമായി നൽകണം, അതുപോലെ തന്നെ ഈ ഒരു ബ്രാഹ്മണ ജീവിതത്തെ സഫലമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം. ഇത് ബാബ വളരെ ലളിതമായ രൂപത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഇന്നത്തെ മുരളിയിൽ ബാബ പറഞ്ഞത്. അതും ബ്രാഹ്മണരുടെ അടിത്തറ ആധാരം എന്താണ്? ബാബയുടെ മഹാവാക്യം. ഇതാണ് നമ്മുടെ ശ്രീമതം, ഇതാണ് പരമാത്മാവിൻ്റെ ആജ്ഞ, സദ്ഗുരുവിൻ്റെ നിർദ്ദേശം. അപ്പോൾ ബാബ പറയണ ഇതിനെ നമ്മൾ എപ്പോഴും വായിക്കുക, വളരെ ശ്രദ്ധയോടെ അതിനെ മനസ്സിലാക്കുക. ബാബയുടെ ഭാവഭാവനകളെ ഈ മുരളിയോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബാബ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ ബ്രാഹ്മണ ജീവിതത്തെ സഫലമാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അച്ഛ, ഓം ശാന്തി.